ഹലോ എവരിവൺ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു റാങ്ക് മേക്കർ സീരീസ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം PSCയുടെ ആവട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു മത്സര പരീക്ഷയിലാവട്ടെ ഏറ്റവും അധികം നമുക്ക് എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നൊരു ഭാഗമാണ് 5 ഇയർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലേ. 5 ഇയർ പ്ലാനിങ്ങിൻ്റെ പല കാര്യങ്ങൾ എന്തായിരുന്നു, ഓരോ 5 ഇയർ പ്ലാനിൻ്റെയും ഗോൾസ് എന്തെല്ലാമായിരുന്നു എന്ന ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുണ്ട്. ആ ഓരോ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് ചില ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻസ് വരാറുണ്ട്. ചില 5 ഇയർ പ്ലാൻസിൻ്റെ സമയത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ചോദ്യമായിട്ട് വരാറുണ്ട്. അതിനിടയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഇയേഴ്സ് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. പ്ലാൻ ഹോളിഡേയ്സ്, റോളിംഗ് പ്ലാനുകൾ, ആനുവൽ പ്ലാൻസ്, ഇങ്ങനെയൊക്കെ വന്ന 5 ഇയർ പ്ലാനിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ചില പ്രത്യേകതകൾ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 5 ഇയർ പ്ലാൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി നിങ്ങൾ അറിയേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എക്കണോമിക്സ് ക്ലാസ്സിൽ ഏതാണ്ട് നമ്മൾ 4-5 അവർ ക്ലാസ് എടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതുൽ സാറ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അതുൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുപോലെ വളരെ ദീർഘമായ 4-5 മണിക്കൂറിൻ്റെ ഒരു ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 5 ഇയർ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു റാങ്ക് മേക്കർ സീരീസിലെ അടുത്ത ഒരു ക്ലാസ് നിങ്ങൾക്ക് തരിക. ഇതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ 5 ഇയർ പ്ലാനിങ് ഇൻ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് വളരെ വേഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കാം. ഇനി ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടി ഞങ്ങൾ തരുന്നതായിരിക്കും. ആ 2 ചോദ്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്തുകൊണ്ട് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് 2 ചോദ്യവും കൂടി ആൻസർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കങ്ങ് പഠിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് 5 ഇയർ പ്ലാൻസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? നോക്കൂ, ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്ന ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഈ 5 ഇയർ പ്ലാൻ എങ്ങനെ ആരംഭിച്ചു, അല്ലെങ്കിൽ ഈ 5 ഇയർ പ്ലാനിലേക്ക് നമ്മൾ എത്തിയ ഒരു പാത്ത് ഉണ്ടല്ലോ, ആ ഒരു വഴി ഉണ്ടല്ലോ, അത് പലപ്പോഴും ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഈ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മളെ നയിച്ച വ്യക്തികൾ, ഏതെല്ലാം ആളുകളാണ് പ്ലാനിങ്ങുമായി മുന്നോട്ട് വന്നത്, ഏതെല്ലാം ഇടങ്ങളിൽ ഏതൊക്കെ സംഘടനകൾ ഇങ്ങനെ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത് പലപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്. ഏറ്റവും അധികം നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും എന്തായിരിക്കും, നമ്മൾ പ്ലാനിങ് എന്നൊരു ഐഡിയ അഡോപ്റ്റ് ചെയ്തത് എവിടെ നിന്നായിരുന്നു? USSR നിന്നാണ് നമ്മൾ ഈ പ്ലാനിങ് 5 ഇയർ പ്ലാനിങ് എന്ന് പറഞ്ഞൊരു രീതി നമ്മൾ എടുക്കുന്നത്. 1928 USSR പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് അവർ ആരംഭിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിന്റെ പിന്നിൽ ആരായിരുന്നു? സ്റ്റാലിൻ്റെ സമയത്താണ്. ലെനിൻ ആ സമയമാകുമ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാലിനാണ് എന്ത് ചെയ്യുന്നത്, 1928 ഈ ഒരു പ്ലാനിങ് പ്രോസസ്സ് USSR ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം മുതൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഓക്കെ, എന്താണ് ഈ ഒരു പരിപാടി, പ്ലാനിങ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇതിന് ശേഷം നിങ്ങൾക്കറിയാം, 1929 എന്നൊരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരുന്നു? ഈ വർഷമാണ് ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ ആരംഭിച്ചപ്പോൾ അത് മറ്റൊരു കാര്യം കൂടി എന്ത് ചെയ്യുകയാണ്, ലോകത്തിനോട് പറയുകയാണ്. 1928 ആരംഭിച്ച് USSR 5 ഇയർ പ്ലാനിങ്ങുമായിട്ട് മുന്നോട്ട് പോയി. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ അമേരിക്കയിൽ സംഭവിക്കുന്നു. അപ്പോൾ പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകുന്ന USSR കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടാണ് പോകുന്നത് എന്ന ഒരു എന്താ പറയുക ഇംപ്രഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ, അതിനുശേഷം ഉണ്ടാകുന്ന എന്താ പറയുക ന്യൂ ഡീൽ, USA ന്യൂ ഡീല്, ഇതേ സമയത്ത് സോവിയറ്റ് യൂണിയൻ ഏത് രീതിയിൽ പോകുന്നു, നാഷണൽ തലത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എന്ത് ചെയ്യുകയാണ്, ആളുകൾക്ക് പ്രത്യേകിച്ച് കോളനികളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, ഒരു പ്രതിപത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വ്യക്തി, ചോദ്യങ്ങളായിട്ട് വരുന്ന മറ്റൊരാൾ, വിശ്വേശ്വരയ്യ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വരുന്നത്. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം 1934 എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എഴുതുന്നുണ്ട്. എന്തായിരുന്നു ഈ പുസ്തകം? ഈ പുസ്തകത്തിന്റെ പേരാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. ഏത് വർഷമാണ് അദ്ദേഹം ഇത് എഴുതുന്നത്? 1934 ഇദ്ദേഹം ഈ പുസ്തകം എഴുതുന്നുണ്ട്. ഇന്ത്യ എന്തുകൊണ്ടൊരു പ്ലാൻഡ് എക്കോണമി ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്ലാനുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് രീതിയിൽ അത് മുന്നോട്ട് പോകണം. ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഇദ്ദേഹം ഒരു
ജനാധിപത്യത്തിൽ ഉറച്ചുകൊണ്ടുള്ള, അതായത് ഡെമോക്രസിയിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് കാണുകയാണ്? ക്യാപിറ്റലിസം. അമേരിക്കയിലുണ്ടല്ലോ ആ രീതിയിലുള്ള ഡെമോക്രസിയിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു ക്യാപിറ്റലിസം അദ്ദേഹം ചെയ്യണം, മുന്നോട്ട് വെക്കുകയാണ്. ഇതിലേക്ക് മുന്നോട്ട് വെക്കണം, ഇൻഡസ്ട്രി ആയിരിക്കണം, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ നടക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡെമോക്രസി വേണം, ക്യാപിറ്റലിസത്തിന്റെ ആശയങ്ങൾ വേണം, ഇൻഡസ്ട്രിയലൈസേഷനും എന്ത് ചെയ്യണം, ഇവിടെ നടക്കേണ്ടതുണ്ട് എന്ന് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പൊ ഇൻഡസ്ട്രികൾ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ ഇവിടെ എഞ്ചിനീയറിംഗ് കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വർദ്ധിക്കണം. എഞ്ചിനീയറിംഗ് ശക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ കരിക്കുലത്തിൽ വരണം, നമ്മൾ മുന്നോട്ട് പോകണം. അപ്പൊ ഈ തരത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നും, അതുപോലെ തന്നെ അദ്ദേഹം ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ്, ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 15 നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആചരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എം വിശ്വേശ്വരയ്യ ഈ രീതിയിൽ ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പുസ്തകങ്ങൾ, ആശയങ്ങൾ, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആശയം, ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം, ഇൻഡസ്ട്രികളുടെ വളർച്ച, എഞ്ചിനീയറിംഗ്, പ്ലാനിംഗ്, ഇവയെല്ലാം എം വിശ്വേശ്വരയ്യയുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക, ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി ഞാൻ പറഞ്ഞ അടുത്ത പോയിന്റ്, ഈ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ആശയം എല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്താണ് FICCI, എന്താണ് FICCI എന്ന് പറയുന്നത്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. കച്ചവടക്കാരായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണുള്ള ഒരു ഭാഗമായിരുന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഇന്ത്യയിൽ അന്ന് നിലനിൽക്കുന്ന ക്യാപിറ്റലിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ഒരു സംഘടനയാണത്. അപ്പൊ ഇവരെന്ത് പറയുകയാണ്, നോക്കൂ, ഇവരൊന്നും ഇപ്പോൾ കാണുന്ന പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ഒരു ഹൈ ലെവലിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് ആരുടെ സപ്പോർട്ട് വേണം? ഒന്ന് ബ്രിട്ടീഷ് രാജിന്റെ സമയം കൂടിയാണ്. അവർ പറയുകയാണ് ഗവൺമെന്റ് എന്തിലേക്ക് കടക്കണം, ഗവൺമെന്റ് പ്ലാനിങ്ങിലേക്ക് കടക്കണം എന്നിവർ ആവശ്യപ്പെടുകയാണ്. ഒരു പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം, പ്രെഡിക്റ്റബിൾ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിന്റെ പ്രപ്പോസൽ ഈ FICCIക്ക് വേണ്ടി മുന്നോട്ട് വെച്ച ആളുടെ പേര് ഓർക്കുക, NR സർക്കാർ. ആരായിരുന്നു? NR സർക്കാർ ആണത് മുന്നോട്ട് വെക്കുന്നത്. നോക്കൂ, ഓരോ പ്ലാനുമായി ബന്ധപ്പെട്ടും ചില പേരുകളുണ്ട്, അവ ചോദ്യങ്ങളായി വരാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ FICCI അഥവാ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഇതേ രീതിയിൽ അത് നോക്കൂ, അവർ ക്യാപിറ്റലിസ്റ്റ് ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നിരുന്നാലും അവർ എന്ത് ചെയ്യുകയാണ്, അവരുടെ ആവശ്യം എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ അത്രയും വലിയ മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തലത്തിലുള്ള ക്യാപിറ്റലിസം ഒന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ആരുടെ സപ്പോർട്ട് വേണം? ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് പ്ലാൻഡ് ആയിട്ട് എക്കണോമി എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അവർ ആ സമയത്ത് ആവശ്യപ്പെടുന്നത്. ഇതേ സമയത്ത് കോൺഗ്രസും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1938 കോൺഗ്രസ് എന്ത് ചെയ്യുകയാണ്, ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി മുന്നോട്ട് വെക്കുകയാണ്. എന്ത് വരികയാണ്? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിന്റെ എന്ന് പറയുന്നത് ചെയർമാൻ. മനസ്സിലാവുന്നുണ്ടോ? 1938 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സെഷൻ എവിടെയാണ്? ഹരിപുര സെഷനിൽ വെച്ചാണ്, 1938 ഹരിപുര സെഷനിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ചെയർമാൻഷിപ്പിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. ഈ ഒരു പ്ലാനിങ്ങിന്റെ പിന്നിൽ വേറെയും പല ആളുകളും ഉണ്ടായിരുന്നു. മേഘ്നാഥ് സാഹയെ പോലെ, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയൊക്കെയുള്ള പല വ്യക്തികളും ഇതിന് പിന്നിലുണ്ടായിരുന്നു. ചെയർമാൻഷിപ്പ് പക്ഷേ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരുന്നു എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വരുന്നു. അപ്പോൾ ഇത് പ്രത്യേകം ഓർക്കണം, ഇത് നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷൻ അല്ല. 1938 കോൺഗ്രസ് പ്ലാനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പറയാൻ പറ്റും, പക്ഷെ അതിലേക്കൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ കടക്കുന്നില്ല. പകരം എന്ത് ചെയ്യുകയാണ്, നിങ്ങളോട് വളരെ പ്രധാന ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, സംഘടനകൾ, വർഷങ്ങൾ, ഇത് മാത്രം എന്ത് ചെയ്യുകയാണ്, പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം.
അതിനുശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാൻ ആയിരുന്നു 1944 2 പ്ലാനുകൾ. അതിൽ ആദ്യത്തേത് ബോംബെ പ്ലാൻ ആയിരുന്നു. ബോംബെ പ്ലാൻ നോക്കൂ, നമുക്കറിയാം ബോംബെ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ, അല്ലെ എക്കണോമിക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബോംബെ ആണ്. ഡൽഹി നമ്മുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആണ്. അപ്പൊ ബോംബെയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയലിസ്റ്റുകളെല്ലാം ഒന്ന് ചേരി വരികയാണ്. ബോംബെ പ്ലാനിന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറയണമെന്നെങ്കിൽ അതാരായിരുന്നു? അർദേഷിർ ദലാൽ ആയിരുന്നു. ആരായിരുന്നു? അർദേഷിർ ദലാൽ. ഞാനിവിടെ എഴുതാം, അർദേഷിർ ദലാൽ. അർദേഷിർ ദലാൽ ആയിരുന്നു ഇതിന് ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഡബിൾ ചെയ്യണം. നാഷണൽ ഇൻകം എന്ത് ചെയ്യുക? അടുത്ത 15 വർഷം കൊണ്ട് എന്ത് ചെയ്യണം? ട്രിപ്പിൾ ആക്കണം. ഇങ്ങനെ പല ഉദ്ദേശത്തോടു കൂടി, അതായത് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു വളർച്ച ഇന്ത്യക്ക് വേണം എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് ക്ലാസിന്റെ മുന്നോട്ട് വെച്ച പ്ലാൻ ആയിരുന്നു ബോംബെ പ്ലാൻ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട അർദേഷിർ ദലാലാണ് മുന്നിൽ നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയായിരുന്നു? JRD ടാറ്റ, തീർച്ചയായിട്ടും അടുത്ത പേര് ആരായിരിക്കും? GD ബിർള തുടങ്ങിയ പുരുഷോത്തം ദാസ്. നിങ്ങളത് ഈ പേര് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും അല്ലെ? പുരുഷോത്തം ദാസ് ഠാക്കൂർ ദാസ്. പുരുഷോത്തം ദാസ് ഠാക്കൂർ ദാസ്, എൻ്റെ പേര് അല്ലെ? ദാസ് 2 ദാസ് വരുന്നുണ്ട്. അപ്പൊ പുരുഷോത്തം ദാസ് ഠാക്കൂർ ദാസ്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേ ആളുകൾ എന്തുണ്ടായിരുന്നു? ഇതിലുണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ ഇതിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാളിയുടെ പേര് എന്തായിരിക്കും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ജോൺ മത്തായി അല്ലെ? പിന്നീട് മിനിസ്റ്ററായി മാറുന്ന, ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടെല്ലാം മാറുന്ന ജോൺ മത്തായി അല്ലെ? ജോൺ മത്തായും ഇതിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ ആളുകൾ എല്ലാവരും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ബോംബെ പ്ലാൻ എന്ത് ചെയ്യുന്നത്? മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ഇതിലേക്ക് കൂടി എന്ത് ചെയ്യുകയാണ്? വരികയാണ്. അപ്പോൾ ഈ ഒരു ബോംബെ പ്ലാനിന്റെ പിന്നിലുണ്ടായിരുന്ന മലയാളി ആര് ചോദിച്ചാൽ എഴുതുക, ജോൺ മത്തായി. ആരാണ്? ജോൺ മത്തായി. ഇതിൽ എന്ത് ചെയ്യരുത്? മറവികളൊന്നും തന്നെ പാടില്ല എന്ന് പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ അടുത്ത വന്ന 1944 തന്നെ മറ്റൊരു പ്ലാൻ ആയിരുന്നു ഗാന്ധിയൻ പ്ലാൻ. ഏതായിരുന്നു? ഗാന്ധിയൻ പ്ലാൻ. ഈ ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നത് SN അഗർവാൾ ആണ്. നമ്മളുടെ എന്താ പറയുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതിലെ ചില എക്സാമ്പിൾക്ക് ഞാൻ ഈ ഭാഗം ഒരിക്കലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? SN അഗർവാൾ. SN അഗർവാൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഈ അഗർവാളിനെ കുറിച്ചും നയങ്ങൾ പല നമ്മൾ ഗാന്ധിയൻ അതുപോലെ തന്നെ ടാഗോറിയൻ ചില നയങ്ങളും രീതികളെ കുറിച്ചൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതിൽ ഈ SN അഗർവാളിന്റെ ഗാന്ധിയൻ പ്ലാൻ ഒക്കെ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. അപ്പൊ SN അഗർവാൾ എന്തായിരുന്നു? ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പൊ ഗാന്ധിജിയുടെ ഐഡിയൽസ് എന്ത് ചെയ്യുകയാണ്? പ്രകാരം എക്കണോമിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. ഇത് കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ആണെങ്കിലും ഗ്രാമങ്ങളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അപ്പോൾ വില്ലേജ് തലത്തിലുള്ള കോട്ടേജ് ഇൻഡസ്ട്രികൾ, വില്ലേജ് ഇൻഡസ്ട്രികൾ, ഇതൊക്കെയാണ് SN അഗർവാൾ നേതൃത്വം കൊടുക്കുന്ന ഗാന്ധിയൻ പ്ലാൻ പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ വന്ന പ്ലാൻ 1945 പീപ്പിൾസ് പ്ലാൻ ആയിരുന്നു. ഏതാണ്? പീപ്പിൾസ് പ്ലാൻ. പീപ്പിൾസ് പ്ലാൻ ആരായിരിക്കും? പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിയാണ്. ആരാണ്? MN റോയ്. MN റോയ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? 1945 പീപ്പിൾസ് പ്ലാൻ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അഗ്രികൾച്ചറിൽ എന്ത് ചെയ്യുകയാണ്? ഊന്നിക്കൊണ്ട് വളരെ റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചുകൾ നമ്മളുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻഡ് എക്കണോമി, ഒരു സോഷ്യലിസ്റ്റിക് എന്താ പറയുക കൺസെപ്റ്റ്, ഇവയെല്ലാം മുന്നോട്ട് വെച്ച് കൊണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയലൈസേഷനെയും അതുപോലെ തന്നെ എന്താ പറയുക, അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ബാക്കിയെല്ലാം എന്താ പറയുക ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് പ്ലാൻ ആയിരുന്നു MN റോയ് എന്ത് ചെയ്യുന്നത്? പീപ്പിൾസ് പ്ലാൻ എന്നുള്ള തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ അധികാരമുള്ള, കമ്മ്യൂണിന്റെ കയ്യിൽ അധികാരമുള്ള ഒരു പ്ലാൻ എന്ത് ചെയ്യുകയാണ്? മുന്നോട്ടേക്ക് വെക്കുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി 1950 നമ്മൾ പഠിക്കേണ്ട ഈ രീതിയിലുള്ള അവസാനത്തെ പ്ലാൻ സർവോദയ പ്ലാൻ മുന്നോട്ടേക്ക് വരികയാണ്. സർവോദയ പ്ലാൻ ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനല്ല, നാരായൺ. ജയപ്രകാശ് നാരായണാണ് 1950 സർവോദയ പ്ലാൻ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് വയ്ക്കുന്നത്. ജയപ്രകാശ് നാരായൺ നിങ്ങൾക്കറിയാലോ, ഗാന്ധിയൻ പ്ലാനിങ്, അതുപോലെ തന്നെ വിനോബാ ഭാവയുടെ തോട്ട്സ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്താണ് വന്നിട്ടുള്ള ഒരാൾ. ഇതും ജയപ്രകാശ് നാരായണന്റെ കാര്യവും SN അഗർവാളിന്റെ രണ്ട് കാര്യവും നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യുക? ഈ ഷോർട്ടായിട്ട് ആരൊക്കെയായിരുന്നു ഓരോ പ്ലാനുകളുടെയും പിന്നിൽ എന്നുള്ളതും വർഷങ്ങളും എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ
കാര്യങ്ങളാണ്. നമ്മളതിൻ്റെ ഡീപ്പായിട്ടുള്ള മീനിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും അവർ ഓരോരുത്തരും ഓരോ പ്ലാനിൽ എന്ത് മുന്നോട്ട് വെച്ചു ഇതിലേക്കൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ്. ഇനി 1938 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അതിനുശേഷം അത് അവസാനം എവിടേക്ക് വന്നെത്തുകയാണ്, പ്ലാനിംഗ് കമ്മീഷനിലേക്ക് വന്നെത്തുകയാണ്. എപ്പോഴാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്, മാർച്ച് 15, 1950. മാർച്ച് 15, 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു വ്യക്തി ആരാണ്, KC നിയോഗിയാണ്. ഇദ്ദേഹം 1946 ഇതിന് തൊട്ടു മുമ്പ് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഇദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ഇദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, ആ പ്ലാനിംഗ് ബോർഡ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയ ശേഷം പിന്നീട് അത് എന്തിലേക്ക് മാറി, പ്ലാനിംഗ് കമ്മീഷനിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഇത് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനത്തെ ബോഡി ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഏത് ടൈപ്പ് ഓഫ് ബോഡി ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണോ? അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. അതായത് ഒരു ലെജിസ്ലേഷനിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനവുമല്ല, അതൊരു അഡ്വൈസറി ബോഡി ആയിരുന്നു. അതായത് ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ നിലവിലുള്ള നമ്മളുടെ നീതി ആയോഗ് അല്ലെ, നീതി ആയോഗും ഇതുപോലെ തന്നെയാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അതെന്തല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. അത് എന്ത് മാത്രമാണ്, അത് അഡ്വൈസറി ബോഡിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ തിങ്ക് ടാങ്ക് എന്ന് പറയാറുണ്ട്. എന്താണ് തിങ്ക് ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് തിങ്ക് ടാങ്ക് എന്ന പേരിൽ വിളിക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ബട്ട് ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി ബോഡി. ഒരു ഉപദേശക സമിതിയെ പോലെ പ്രവർത്തിക്കുന്നു. പക്ഷെ അത് ഉപദേശിക്കുകയല്ല, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നങ്ങോട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു തലമെന്ന് പറയുന്നത്. ശരി, ഇരിക്കട്ടെ. അപ്പൊ അഡ്വൈസറി ബോഡി ആയിരുന്നു. ആരായിരുന്നു ചെയർമാൻ വാസ് പ്രൈം മിനിസ്റ്റർ. പ്ലാനിംഗ് കമ്മീഷന്റെ, ഇപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. അതുപോലെ തന്നെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇനി ആദ്യത്തെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആദ്യ ചെയർമാൻ തീർച്ചയായിട്ടും ആരാണ്? ശ്രീ ജവഹർലാൽ നെഹ്റു ആണ്. കാരണം ആദ്യ പ്രൈം മിനിസ്റ്റർ. ആദ്യത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരി ലാൽ നന്ദയായിരുന്നു. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള യോജന ഭവൻ ആയിരുന്നു. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ വാസ് ഇൻ ഡൽഹി, called Yojana Bhavan. First VC was Gulzari Lal Nanda. First chairman was the first Prime Minister of India, Jawaharlal Nehru. It was an advisory body, not a constitutional body, not a statutory body. പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും ഫാക്ടുകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് എവിടേക്ക് കടക്കാം? നമുക്ക് ആദ്യത്തെ നമ്മളുടെ 5 year പ്ലാനിലേക്ക് കടക്കാം. നോക്കൂ, ഫസ്റ്റ് 5 year പ്ലാൻ. ഒരു കാര്യം പ്രത്യേകം ഞാൻ കൂട്ടുകാരോട് പറയുകയാണ്, നമ്മളൊരു റാങ്ക് മേക്കിംഗ് സീരീസ് ക്ലാസ് ആണ്. ഫാക്ടുകൾ, എക്സാമിൽ വരുന്ന ചോദ്യങ്ങളുടെ ഫാക്ടുകൾ എത്തിക്കലാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവ ഓരോന്നിന്റെ പുറകിലും നമുക്ക് കഥ പറയാൻ പറ്റും. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യില്ല, കടക്കില്ലെന്ന് പ്രത്യേകം പറയുകയാണ്. ഫാക്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. സോ ദ ഫസ്റ്റ് 5 year പ്ലാൻ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. ഏത് വർഷം മുതൽ ഏത് വർഷം വരെ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്തായിരുന്നു 5 year പ്ലാനിന്റെ പ്രധാന ഉദ്ദേശം? നോക്കൂ, നമുക്ക് ഗ്രോത്ത് വേണം അല്ലേ? അതായത് ഓരോ 5 year പ്ലാനിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് ഗ്രോത്ത് വേണം. നമുക്ക് എന്ത് വേണം? നമ്മളുടെ എക്കോണമിയെ മോഡേൺ ആക്കി മാറ്റണം, പുതുക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയി മാറണം. അതായത് നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം നമുക്ക് വാങ്ങാൻ കഴിയണം, ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം, നമുക്ക് ആരുടെയും സഹായമില്ലാതെ നിലനിന്ന് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കാര്യങ്ങളൊക്കെ, ഗ്രോത്ത്, മോഡേൺ ആക്കുന്നത്, സെൽഫ് സഫിഷ്യൻ്റ്, ഇതെല്ലാം ആർക്ക് കിട്ടണം? ഈക്വൽ ആയിട്ട് ഉള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ആളുകളിലേക്ക് എത്തിക്കണം. കാരണം നമ്മൾ പറയുന്നത് സമ്പത്തിൻ്റെ കാര്യമാണ്. ഇന്ത്യയുടെ റിസോഴ്സ് വെച്ചുണ്ടാക്കുന്ന സമ്പത്ത് ഇന്ത്യയിൽ ഓരോ ജനങ്ങൾക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? ലഭ്യമാക്കാനും സാധിക്കണം. അപ്പോൾ ഈ ആശയങ്ങളിൽ എന്താ പറയുക, ഉറച്ചു നിന്നുകൊണ്ടാണ് പ്ലാനിങ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാൻ ശ്രദ്ധിക്കുക. ചില സമയത്ത്
സ്റ്റേറ്റ്മെന്റ് തലത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ 4 ഓപ്ഷൻസും ഇങ്ങനെ വാചകങ്ങൾ തന്നിട്ട് ഇതിൽ ഏതാണ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരി എന്ന് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതിനാണ് ഈ ആശയങ്ങൾ നിന്നോട് പറഞ്ഞത്. ഇനി ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ വർഷം ഓർത്തിരിക്കണേ, 951-56. കാരണം ഇതിടയ്ക്ക് വെച്ചിട്ട് റോളിംഗ് പ്ലാൻ വന്നിട്ട് ആനുവൽ പ്ലാൻസ് വന്നിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷങ്ങളുടെ ഓർഡറൊക്കെ മാറുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. അതുകൊണ്ടാണ് വർഷങ്ങൾ ഓർത്തിരിക്കുക എന്ന് പ്രത്യേകം പറയുന്നത്. നോക്കൂ, ആദ്യത്തെ 5 ഇയർ പ്ലാനിലെ ആദ്യ 5 ഇയർ പ്ലാനിന്റെ പ്രധാന ഫോക്കസ് എവിടെ തന്നെയായിരുന്നു? അഗ്രികൾച്ചറിൽ തന്നെയായിരുന്നു. കൃഷിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ ഇത് ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നത്? അഗ്രികൾച്ചറൽ പ്ലാൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരു പ്ലാനാണത്. നമ്മൾ സ്വാതന്ത്ര്യം നേടിയ റിപ്പബ്ലിക് ഉടനെ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ആദ്യത്തെ കടമ്പ എന്താണ്? ആളുകളുടെ തീൻമേശകളിലേക്ക് ഫുഡ് എത്തിക്കുക, ഭക്ഷണം എത്തിക്കുക. കാരണം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണമുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ തന്നെ ആളുകൾക്ക് സമാധാനമാണ്, അല്ലെ? അപ്പോൾ ഫുഡ് ആളുകളിലേക്ക് എത്തിക്കുക എന്നത് പ്രധാന ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു അഗ്രികൾച്ചറിൽ, ഒട്ടുമല്ല. നമ്മൾ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ആയിരുന്നു പ്രധാന ഫോക്കസ്. അഗ്രികൾച്ചറിന്റെ വളർച്ച അവർ പ്രധാനമായിട്ട് കണ്ടെത്തി. ഇനി അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഭാരതത്തിന്റെ എന്താ പറയുക, പുതിയ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ എന്ന് വിളിച്ചിരുന്നതായിരുന്നു നമ്മളുടെ ഡാമുകളെ. ഹിരാക്കുഡ് ഡാം, ബക്രാനങ്കൽ ഡാം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഡാമുകളെല്ലാം പണി കഴിപ്പിക്കപ്പെടുന്നത് ഈ 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്തിലാണ്. ഹിരാക്കുഡ് ഡാം എവിടെയായിരുന്നു അറിയാമല്ലോ നിങ്ങൾക്ക്? മഹാനദി. എവിടെയായിരുന്നു? മഹാനദിയിലാണ് ഹിരാക്കുഡ് ഡാം പണിയുന്നത്. ബക്രാനങ്കൽ ഡാം എവിടെയാണ് പണിയുന്നത്? സത്ലജ്. എവിടെയാണ്? സത്ലജ്. അപ്പൊ സത്ലജില് ബക്രാനങ്കൽ ഡാം, മഹാനദിയിൽ ഹിരാക്കുഡ് ഡാം. ഈ രീതിയിൽ. കാരണം നോക്കൂ, അഗ്രികൾച്ചറിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ്? അവർക്ക് ജലം ലഭിക്കണം, വെള്ളം വേണം കൃത്യമായിട്ട്. ഈ വെള്ളം എങ്ങനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ഡാമുകളിലൂടെ. ഇനി ഈ ഡാമുകളിലുള്ള വെള്ളം ശേഖരിച്ചിട്ടാണ് കുടിവെള്ളം ആളുകളിലേക്ക് എത്തിക്കുന്നത്. ദിവസവും ആഹാരം പാകം ചെയ്യാൻ, കുടിക്കാൻ, അവർക്ക് എന്താ പറയുന്നത്, ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്, കുളിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെല്ലാം വെള്ളം ആവശ്യമാണ്. വെള്ളം ഉണ്ടായിരുന്നോ? ഇന്നുപോലും വെള്ളമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കുന്ന വർഷങ്ങൾ ഏതാണ്? 200 വർഷത്തോളം എന്താ പറയുക, ബ്രിട്ടീഷുകാരുടെ അടിമരാജ്യമായിട്ട് ജീവിച്ചിട്ട് ജസ്റ്റ് സ്വാതന്ത്ര്യത്തിലേക്ക് പിറന്നു വന്ന, എന്താ പറയുന്നത്, അഴിമതിയും സ്വജനപക്ഷപാതവും കൊടികുത്തി വാഴുന്ന, അതുപോലെ തന്നെ ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന, ലിറ്ററസി അതായത് സാക്ഷരത വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം പഠിപ്പുള്ള ഒരു രാജ്യമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിൽ കിട്ടുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് എന്ന കാര്യവും ഓർക്കുക. അപ്പോൾ ആ രാജ്യത്തിൽ അന്ന് ഫോക്കസ് കൊടുക്കേണ്ട ഇടങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് ഡാമുകളായിരുന്നു, അത് അഗ്രികൾച്ചർ ആയിരുന്നു, അത് സ്പിൽവേകളായിരുന്നു, എയിംസും IITയും UGCയും SBIയും പോലെയുള്ള കാര്യങ്ങളായിരുന്നു. വേറെ ഒന്നിലേക്കും എന്താണ് അനാവശ്യമായ ശ്രദ്ധകൾ പോവാതെ വളരെ കൃത്യമായിട്ട് എന്താണ് നമ്മളുടെ സയന്റിഫിക് ആയിട്ട് നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? തോട്ടപ്പള്ളി സബ്വേ കേരളവുമായി ബന്ധപ്പെട്ടതാണ്, പ്രത്യേകം ഓർത്തിരിക്കുക. കുട്ടനാടിന്റെ ഏരിയകളിൽ ഉപ്പുവെള്ളം എന്താണ് കൃഷിയിടങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത്. SBI അല്ലെ, SBIയുടെ രൂപീകരണം നിങ്ങൾക്കറിയാം. എപ്പോഴാണ് അത് നാഷണലൈസ് ചെയ്ത് SBI എന്നുള്ള പേരിലേക്ക് മാറുന്നത്? 955 ഇംപീരിയൽ ബാങ്ക് എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്, അല്ലെ? അത് പിന്നീട് എന്തായിട്ട് മാറുകയാണ്? SBI ആയിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ 1920കളിൽ ആരംഭിച്ചിട്ട് 1955 SBI ആയിട്ട് മാറുന്നത് എന്ത് ചെയ്യുക? ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ സമയത്തായിരുന്നു എന്നുള്ളത് മറക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എയിംസ് സ്ഥാപിക്കപ്പെടുന്നു, IITകൾ സ്ഥാപിക്കപ്പെടുന്നു, UGC സ്ഥാപിക്കപ്പെടുന്നു. UGC ഫോം ചെയ്യുന്ന വർഷം ഏതാണ്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ 1953ലാണ്. IITകൾ എവിടെയൊക്കെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്? ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പറയുന്നത്, ആദ്യം സ്ഥാപിക്കപ്പെടുന്ന 5 IITകളാണ്. ഏതൊക്കെയാണ് IITs? ഏതൊക്കെയാണ്? ഒന്ന് ഖരഗ്പൂർ സ്ഥാപിക്കപ്പെടുന്നു, ബോംബെ IIT സ്ഥാപിക്കപ്പെടുന്നു, മദ്രാസ് IIT സ്ഥാപിക്കപ്പെടുന്നു, കാൺപൂർ IIT സ്ഥാപിക്കപ്പെടുന്നു, IIT ഡൽഹി സ്ഥാപിക്കപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവയെല്ലാം സ്ഥാപിക്കപ്പെടുന്നു. ഡൽഹിയിൽ എന്തുകൂടി സ്ഥാപിക്കപ്പെടുന്നു? എയിംസ് കൂടി സ്ഥാപിക്കപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആരോഗ്യം, ഉന്നത പഠനത്തിനെ എല്ലാത്തിനും കൂടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഫൈനാൻഷ്യൽ തലങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നോക്കാനായിട്ട് നമുക്കൊരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി ഈ എന്താ പറയുക ബാങ്കുകളുടെ കൺട്രോൾ വരുന്നു, ആരോഗ്യ
എന്താ പറയുക മേഖല, പഠന മേഖല, ഇതെല്ലാം വിദ്യാഭ്യാസ മേഖല ഇതൊക്കെ നോക്കുന്നു. ശേഷം എന്ത് ചെയ്യണം? ജനങ്ങളിലേക്ക് ഇറങ്ങണം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ത് വരികയാണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് പതുക്കെ പതുക്കെ നമുക്കറിയാം പിന്നീട് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമുകളിലേക്ക്, അവസാനം ഒടുക്കമത് പഞ്ചായത്തി രാജിലേക്ക് വരെ എത്തുന്നത് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാമുകളാണ്. ഇനി നോക്കൂ, ഒരു രാജ്യത്തിന് എവിടേക്ക് എത്ര പണം അസൈൻ ചെയ്യണം, ആർക്കൊക്കെ വികസനം എത്താത്ത സ്ഥലങ്ങൾ ഏത്, കണക്കുകൾ വേണം. കണക്കിലാണ് എല്ലാ കളികളും ഇരിക്കുന്നത്. കണക്കുകൾ നമുക്ക് കൃത്യമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഓരോ മേഖലകളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഓരോ മേഖലകളിലും ഏതെല്ലാം മേഖലകൾ താഴെയാണ്, മുകളിലാണ്, വളർച്ചയുണ്ട്, വളർച്ചയില്ല, ആവശ്യത്തിന് പണം ലഭിച്ചിട്ടും വളരാത്തത് എവിടെ, പണം കുറവ് ലഭിക്കുന്നത് എവിടെ, എല്ലാം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951 സ്ഥാപിക്കപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഈ കാര്യങ്ങൾ ഇനി പറഞ്ഞു പോവുകയാണെങ്കിൽ ഇനിയും നമുക്ക് വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പോകാനായിട്ട് പറ്റും. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ പോകുന്നില്ല. അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951, എയിംസ്, IIT, UGC, SBI, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇനി KN രാജ് എന്നുള്ള പേര് ഓർത്ത് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് KN രാജ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? KN രാജ് എന്നുള്ള പേര്, അദ്ദേഹം മലയാളിയാണ്, അതുകൊണ്ടാണ് KN രാജ് എന്ന് പറഞ്ഞ പേര് പ്രത്യേകം പറയുന്നത്. ഇനി നമ്മളുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ ലക്ഷ്യം വെച്ച വളർച്ച 2.1% പക്ഷേ നമുക്ക് 3.6% വളർച്ച നേടാനായിട്ട് കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? 2.1% നമ്മൾ ലക്ഷ്യം വെച്ച ടാർഗറ്റ്, പക്ഷേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് 3.6% വളർച്ചയായിരുന്നു. അതുകൊണ്ട് ആദ്യ 5 ഇയർ പ്ലാൻ എന്തായി എന്ന് നമുക്ക് പറയാം? ഈ കണക്ക് പ്രകാരം മെച്ചപ്പെട്ട ഒരു വിജയകരമായിട്ടുള്ള പ്ലാൻ ആയിരുന്നു എന്ന് പറയാം. പക്ഷേ നമ്മൾ ചില ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ്, എല്ലാം ഓക്കെ ആയിരുന്നോ? തീർച്ചയായിട്ടും എല്ലാം ഓക്കെ ആയിരുന്നില്ല. ഇറ്റ് വാസ് ഫാർ ഫ്രം ഓക്കെ. കാരണം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു പുറത്തുള്ള രാജ്യങ്ങളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്തായിരുന്നു? ഇൻഡസ്ട്രി ആയിരുന്നു. നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമുക്കൊരു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രികൾ അതിശക്തമായി വളരേണ്ടതുണ്ട്. അതിനാൽ തന്നെ രണ്ടാമത്തെ 5 ഇയർ പ്ലാനിന്റെ മെയിൻ ഫോക്കസ് ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക്, റാപ്പിഡ്, വളരെ ശക്തമായ വേഗതയേറിയ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫോക്കസ് ചെയ്യുകയാണ്. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ റാപ്പിഡായിട്ട് വളരുന്ന ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു എന്താ പറയുക, അത് മുന്നോട്ട് വെച്ച വ്യക്തിയുടെ പേര് മഹാലനോബിസ് എന്നാണ്. സോ മഹാലനോബിസ് മോഡൽ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹാലനോബിസ് ആണ്. PC എന്താണ്? പ്രശാന്ത് ചന്ദ്ര മഹാലനോബിസ് ആണ്. ഇദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഒരു ആർക്കിടെക്ട് എന്നുള്ള തലത്തിലേക്ക് കൂടി ഇദ്ദേഹത്തെ പലരും വിളിക്കാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫൗണ്ടർ ആരായിരുന്നു? അത് ഇദ്ദേഹമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുകയാണ്? നോക്കൂ, നമ്മൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് നമ്മൾ ശ്രമിക്കുകയാണ്. എന്തിന് ശ്രമിക്കുകയാണ്? നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രമിക്കുകയാണ്. പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ്, കരം കൂട്ടുന്നു. നമ്മളുടെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? കൂടുതൽ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മളുടെ ഇവിടുത്തെ എന്താ പറയുക, ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വാങ്ങുകയാണ്. അതായത് നമ്മൾ മെഷീനുകൾ വാങ്ങുന്നു. ക്യാപിറ്റൽ ഗുഡ്സ് ഞാൻ കുറച്ച് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മെഷീൻസ് വാങ്ങുകയാണ്. അല്ലാണ്ട് എന്തിനാ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അല്ല വാങ്ങുന്നത്. മെഷീൻ വാങ്ങിയിട്ട് ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. പക്ഷേ മെഷീനുകൾ വളരെ വളരെ വിലയേറിയ സാധനങ്ങളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ നമുക്ക് ബേസ് ഇല്ല. നമ്മൾ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് നമ്മൾ നേരിടുന്നുണ്ടായിരുന്നത്. എന്താണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ? നമ്മുടെ ഇൻഡസ്ട്രികൾ വളർച്ച നേടരുത് എന്ന് കരുതി കൂട്ടിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ 200 വർഷം നമ്മളെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയോളം വർഷങ്ങൾ പുറകിലായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മളുടെ ഇവിടെ ഇൻഡസ്ട്രി വളരാൻ അവർ സമ്മതിച്ചിരുന്നോ? സ്വതന്ത്രമായി നമ്മൾ കച്ചവടം നടത്താൻ നമ്മളെ സമ്മതിച്ചിരുന്നോ? ഇതൊന്നും സമ്മതിച്ചിരുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ എത്രയോ മുന്നോട്ട് പോയ ആളുകളുമായിട്ട് കോമ്പറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ വളരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ
ഇത്തരത്തിൽ ധാരാളം മെഷീനുകളും മറ്റും നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രിയെ വളർത്താൻ. ഇതെല്ലാം ഈ ക്യാപിറ്റൽ ഗുഡ്സിനൊക്കെ നമ്മൾ എന്ത് ചിലവാക്കണം, നമ്മൾ പണം ചിലവാക്കണം. അതുകൊണ്ട് തന്നെ വലിയൊരു BOP ഇഷ്യൂ പതുക്കെ പതുക്കെ ആരംഭിക്കുകയാണ്. നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യാതിരിക്കാൻ പറ്റില്ല. BOP ഇഷ്യൂ നടത്തി നമ്മളുടെ ഫോറിൻ റിസർവ് നമ്മുടെ കയ്യിൽ എന്താണ്, നമുക്ക് വളരെ ആവശ്യമായി വന്നു. നമ്മുടെ കയ്യിലുള്ള ഫോറിൻ റിസർവ് കുറയാൻ തുടങ്ങി. ഇൻഫ്ലേഷൻ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രിവാലൻ്റ് ആവാൻ തുടങ്ങി. ഇതിനിടയിൽ നമ്മൾ ഇൻഡസ്ട്രിയെ വളർത്താനായി, ഇൻഡസ്ട്രിക്ക് ശക്തി പകരാനായിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഇറക്കുന്നുണ്ട്. 1956 നാഷണൽ ഹൈവേസ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. കണക്ടിവിറ്റി കൂട്ടാൻ, ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ട്, വളരെ വലിയൊരു ആക്ട് ആയിരുന്നു ഇത്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് നമ്മൾ പാസ്സാക്കുന്നുണ്ട് നമ്മുടെ പാർലമെന്റ്. ഇത്തരത്തിൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആക്ടുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലെജിസ്ലേറ്റീവ് സപ്പോർട്ട് നമ്മൾ കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ BOP ഇഷ്യൂസും ഇൻഫ്ലേഷനും ഇഷ്യൂസും എല്ലാം നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ടാർഗറ്റ് ഗ്രോത്ത് 4.5 ആയിരുന്നു. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അതിൻ്റെ തൊട്ട് താഴെ 4.27% വളർച്ച മാത്രമാണ്. ഇനി ഇതേ കാലഘട്ടത്തിൽ നമ്മൾ പലയിടങ്ങളിലായിട്ട് അയേൺ സ്റ്റീൽ ഇൻഡസ്ട്രികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതിനായി നമ്മൾ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ സഹായം തേടുന്നുണ്ട്. നോക്കൂ, ഭിലായിൽ നിലവിൽ വന്ന ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ, അതിന് നമ്മളെ സഹായിച്ചത് റഷ്യയായിരുന്നു. ഇതെവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്, ഇന്നത്തെ ഛത്തീസ്ഗഡ്. റൂർക്കേലയിൽ ഇൻഡസ്ട്രി ജർമ്മനിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദുർഗാപൂർ ആണെങ്കിലോ അവിടെ ബ്രിട്ടനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. വെസ്റ്റ് ബംഗാളിലാണ് ദുർഗാപൂർ ഉള്ളത്. മനസ്സിലാവുണ്ടോ? ദുർഗാ ജയന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഈ ദുർഗാ പൂജയൊക്കെ നടക്കുന്ന സ്ഥലം ഏതാണ്? വെസ്റ്റ് ബംഗാൾ. അങ്ങനെ ഓർത്ത് വെച്ചോളൂ വേണമെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഭിലായി റഷ്യ, റൂർക്കേല ജർമ്മനി. അതുപോലെ തന്നെ ഏതാണ് റൂർക്കേല? ഞാൻ ഓർത്ത് വെക്കാറുള്ളത് ജർമ്മനിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, റെഹർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. ഈ റെഹർ ഒക്കെ ഫ്രാൻസ് പിടിച്ചു വെച്ചതിന്റെ പേരിലാണ് പിന്നീട് വലിയ 2ാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണമുള്ളതാണ്. അപ്പൊ റെഹർ എന്ന് പറയുന്നത് ആ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ഏരിയ ജർമ്മനിയിലാണ്. റൂർക്കേല ഞാൻ ഓർത്ത് വെക്കാറുള്ളത് അങ്ങനെയാണ്. റെഹർ എന്ന് പറഞ്ഞ ഏരിയ നിങ്ങളുടെ വേൾഡ് വാർ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചിലപ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരാറുണ്ട്. ഈ ടേബിൾ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം. ഇതൊരിക്കലും മറക്കരുത്. കൺട്രി ബാക്ക്ഡ് മറക്കരുത്, ഇപ്പോഴത്തെ സ്റ്റേറ്റ് മറക്കരുത്, ഇൻഡസ്ട്രിയുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകാനായിട്ട് പാടില്ല. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് പുഷ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോകാം. തേർഡ് 5 ഇയർ പ്ലാൻ വളരെ സംഭവബഹുലമായ മോസ്റ്റ് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു നമ്മളുടെ തേർഡ് 5 ഇയർ പ്ലാൻ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പതുക്കെ ശ്വാസമൊക്കെ എടുത്ത് മുന്നോട്ട് പോയ ഇന്ത്യയുടെ മുകളിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി പല ആഘാതങ്ങൾ വന്നൊരു കാലഘട്ടമായിരുന്നു. നമ്മളുടെ തേർഡ് 5 ഇയർ പ്ലാനിൻ്റെ ഉദ്ദേശം സെൽഫ് റിലയൻറ്റ് എക്കണോമി എന്നായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും ആ കാലഘട്ടത്തിൽ ഏഷ്യയിലെ വമ്പനാര് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആരാണ് ഏഷ്യയിലെ വമ്പൻ? ആരൊക്കെയാണ് 2 ആളുകൾ? ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആരായിരുന്നു? ഒന്നെന്ന് പറയുന്നത് ഇന്ത്യയായിരുന്നു, മറ്റൊന്ന് ചൈനയായിരുന്നു. അപ്പോൾ ഈ ചോദ്യം ലോകം ചോദിക്കുന്നുണ്ട്, ഇന്ത്യയും ചൈനയും പരസ്പരം ചോദിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും, നെഹ്റുവിൻ്റെ ഒരു പോളിസി എന്തായിരുന്നു? നമ്മൾ ഒന്നിച്ചു പോകണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ട്രാറ്റജിക്കലി കുറേയധികം മിസ്കാൽക്കുലേഷൻസ് ചെയ്തു. ദലൈലാമ 1959 പലായനം ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹം ആദർശത്തിന്റെ പേരിൽ ദലൈലാമയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയം മുതൽ ചൈനയിൽ ഇഷ്യൂ തുടങ്ങുന്നുണ്ട്. ടിബറ്റ് എന്ത് ചെയ്യുകയാണ്? ടിബറ്റ് ചൈന പിടിച്ചെടുക്കുന്നുണ്ട്. ദലൈലാമയ്ക്ക് നമ്മൾ അഭയം കൊടുത്തു, ചൈനയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചൈനയ്ക്കെതിരായിട്ടുള്ള പല പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പിന്നീട് ക്രോണോളജിക്കലി കാണിച്ചിട്ടുള്ള പല അബദ്ധങ്ങൾ, നമ്മളുടെ അബദ്ധങ്ങൾ വെച്ചാൽ നമ്മൾ ചെയ്തതിലെ ശരികേടോ പ്രശ്നങ്ങളോ അല്ല, നമ്മളുടെ അതിർത്തി എന്ത് ചെയ്താൽ മറന്നുപോയി, സ്ട്രോങ് ആക്കാൻ നമ്മൾ മറന്നുപോയി. ഇത് 1962 ചൈനയുടെ അഗ്രഷനിലേക്ക്, ഇന്ത്യ ചൈന വാറിലേക്ക് നയിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ശേഷം നമുക്ക് പരാജയമായിരുന്നു നമുക്ക് നേരിട്ടത്. അക്സായി ചൈന ഉൾപ്പെടെ സ്ഥലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അരുണാചലിന്റെ ഉള്ളിലേക്ക് കയറി ആസാം വാലി വരെ അവര് എന്ത് ചെയ്തു? അവർ സ്വയമേവ തിരിച്ചുപോയി. മനസ്സിലാവുന്നുണ്ടോ? അരുണാചൽ പ്രദേശ് മുഴുവനായി എന്ത് ചെയ്തു? ചൈന കയറിയിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ച് ആസാം വാലി വരെ എത്തിയെങ്കിലും അവർ തിരിച്ച് അവർ പോവുകയായിരുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വളരെയധികം അപമാനകരമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു 1962 നടന്നത്. ഇത് നെഹ്റുവിന്റെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെയും എല്ലാത്തിനെയും സ്റ്റേച്ചറിനെയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയുന്ന ആളുകളുണ്ട്, അദ്ദേഹത്തിന്റെ നേതൃപാഠത്തിന് കുറ്റം പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നെഹ്റു എന്ന് പറയുന്ന ഒരാളെ 1962 ചൈന വാർ മാത്രം വെച്ച് ജഡ്ജ് ചെയ്യുന്ന ആളുകൾ അദ്ദേഹത്തോട് അല്ലെങ്കിൽ രാജ്യത്തോട് തന്നെ അനീതി കാണിക്കുകയാണ് എന്ന് കൂടി പറയേണ്ടി വരും. വിമർശിക്കപ്പെടേണ്ട സ്ഥലത്ത് ശക്തമായി വിമർശിക്കപ്പെടണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ
എന്താ പറയുക വികസന പ്രവർത്തനങ്ങൾ, സ്ഥാപിക്കേണ്ട കാര്യങ്ങൾ, ഡാമുകൾ, IIT-കൾ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് സാധിക്കും. അത്രയും എന്താ പറയുക തകർന്നു കിടക്കുന്നുണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 10 വർഷങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറ്റങ്ങളും കുറവുകളും ഇല്ലെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരി, അത് പോട്ടെ, അത് ഡിബേറ്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക അഭിപ്രായങ്ങൾ ഉണ്ടാവാം, അത് വ്യക്തിപരമായ അഭിപ്രായങ്ങളും ആണ്. രണ്ടാമത്തെ വാർ 1962 ഇന്ത്യ പരാജയപ്പെട്ട കണ്ടപ്പോൾ പാകിസ്ഥാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. 1965 എന്ന വർഷം വരികയാണ്. തൊട്ട് മുമ്പത്തെ വർഷം 1964 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അറിയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തിന്റെ എന്താ പറയുക ഒരു മുഖമായിരുന്ന ജവഹർലാൽ നെഹ്റു മരണപ്പെടുകയാണ്. ഇതോടുകൂടിയിട്ട് പിന്നെ ആർക്കും എന്താണെന്ന് അറിയില്ല. ആ സമയത്താണ് ആര് പറയുന്നത്, വളരെ ഹൈറ്റ് കുറഞ്ഞ, വളരെ മിതഭാഷിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്ത് ചെയ്യുകയാണ്, വരികയാണ്. അപ്പൊ ഈ പ്രധാനമന്ത്രിയെ കണ്ട പാകിസ്ഥാൻ വിചാരിക്കുന്ന എന്താണ്, ഓ ഇങ്ങേര് എന്ത് ചെയ്യാനാണ്, ദേ നെഹ്റു പോയി, അല്ലെ, നെഹ്റു എന്ന് വെച്ചാൽ ഒരു ജയന്റ് ആയിരുന്നു. ആ നെഹ്റു പോയ സ്ഥലത്തേക്ക് വന്നു കയറി ഇങ്ങേരെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, പാകിസ്ഥാൻ വിചാരിക്കുകയാണ്, ഓ ഇന്ത്യയുടെ കാര്യം എന്ത് ചെയ്യുകയാണ്, ഇയാളൊന്നും നോക്കാൻ പോകുന്നില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത്. പക്ഷെ വന്ന ആൾ എന്തായിരുന്നു, അത്ര നിസ്സാരക്കാരനായിരുന്നില്ല എന്നുള്ളത് 1965 യുദ്ധത്തിൽ പാകിസ്ഥാന് മനസ്സിലാവുന്നുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഇദ്ദേഹം ഇന്ത്യയിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിഗംഭീരമാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അഴിമതി തൊട്ട് തീണ്ടാത്ത, സ്വജനപക്ഷപാതം തൊട്ട് തീണ്ടാത്ത, അതായത് അദ്ദേഹത്തിന്റെ ഒരു പത്മിനി കാറിന്റെ കഥയുണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്തു, ഞാൻ ആ കഥ ഇവിടെ പറഞ്ഞിട്ട് കുറെ സമയം നീട്ടുന്നില്ല. അതായത് എല്ലാ കാര്യങ്ങളിലും അതിഗംഭീരമായ ആദർശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം 1965 ചൈനയുടെ വാറ് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇന്ത്യയെ ഒന്ന് കയറിയിട്ട് ചൊറിഞ്ഞു കളയാമെന്ന് പറഞ്ഞ പാകിസ്ഥാന് തക്കതായി തിരിച്ചിട്ട് കൊടുക്കുന്ന യുദ്ധം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലഘട്ടത്തിലാണ് നടന്നത്. അതിനുശേഷം നമുക്കറിയാം, താഷ്കൻ കരാർ ഒപ്പിടാൻ പോയിട്ട് അവിടെ വെച്ച് ഹാർട്ട് അറ്റാക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പെട്ടെന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചു വെക്കുന്നുണ്ട്. സോ 2 യുദ്ധങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, 2 യുദ്ധങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്നത്. ഈ 2 യുദ്ധങ്ങളുടെ ഇടയിൽ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ചു വെക്കുന്നു. വീറ്റ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ നോക്കുന്നു. ഫെർട്ടിലൈസർ എന്ത് ചെയ്യുകയാണ്, പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നു. ഫെർട്ടിലൈസർ പ്ലാന്റുകൾ ധാരാളം സ്ഥാപിക്കുന്നു. പ്ലാന്റ്സിൽ, അതായത് ചെടികളിൽ നമ്മൾ ധാരാളമായിട്ട് കൃത്യമായി ഫെർട്ടിലൈസറുകൾ കൃത്യമായി ശാസ്ത്രീയമായി ഉപയോഗിച്ചു തുടങ്ങുന്നു. ഡാമുകൾ ധാരാളമായിട്ട് പണിയുന്നു. ഇതിനൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക്, സ്റ്റേറ്റ്സിന് കൂടുതൽ റോളുകൾ കൊടുക്കുന്ന ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നത് നമുക്ക്. ആദ്യമായിട്ട് നമ്മൾ ആദ്യത്തെ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൽക്കത്ത 1961 സ്ഥാപിക്കപ്പെടുകയാണ്. ആദ്യമായിട്ട് കൃത്യമായ രീതിയിൽ പഞ്ചായത്ത് ഇലക്ഷൻസ്, ഏകീകൃതമായ പഞ്ചായത്ത് രാജ് ആക്ട് ഒന്നും വന്നിട്ടില്ല, പഞ്ചായത്ത് ഇലക്ഷൻസ് ആരംഭിക്കുന്നു. ഡീസെൻട്രലൈസേഷനുമായിട്ട് നിങ്ങളിത് ചേർത്ത് വായിക്കുക. ഈ തേർഡ് 5-year പ്ലാൻ ഗാഡ്ഗിൽ മോഡൽ എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 യുദ്ധങ്ങൾ നടന്ന ഇന്ത്യയുടെ ചെലവ്, ഇന്ത്യയുടെ എന്താ പറയുക ഫൈനാൻഷ്യൽ സെക്ടർ എന്ത് ചെയ്യുന്നു, ഒരുപാട് പണം യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മളുടെ ഗ്രോത്ത് ടാർഗറ്റ് ആയിരുന്ന 5.6 നമുക്ക് നേടാൻ കഴിയുന്നില്ല. അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 2.8% വളർച്ച മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ തലത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരെ കൃത്യമായി നമ്മൾ കയറ്റി കൊണ്ടുവരും നമ്മുടെ ടാർഗറ്റ്, അല്ലേ. ആ സമയത്ത് നമുക്കറിയാം നമ്മൾ അങ്ങനെ വളർച്ച നേടി പോകണമെന്ന് ചൈനയോ പാകിസ്ഥാനോ ആഗ്രഹിക്കുമോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ടായിരുന്നു, ആ യുദ്ധത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നമ്മളുടെ പ്ലാൻ വളരെ ശക്തമായിട്ട് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലാനായി മാറിയത് കൊണ്ട് തന്നെ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 1966 മുതൽ 69 വരെയുള്ള കാലഘട്ടങ്ങളിൽ 5-year പ്ലാനുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. 5-year പ്ലാൻ കാണാൻ സാധിക്കില്ല. അതിന് പകരം ഈ പ്ലാൻ ഹോളിഡേ സമയത്ത് വാർഷിക പ്ലാനുകൾ, ആനുവൽ പ്ലാനുകളാണ് നടത്തുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അതായത് 3 വർഷങ്ങൾ തുടർച്ചയായിട്ട് പിന്നീട് എന്ത് ചെയ്യുകയാണ്, ഈ തേർഡ് 5-year പ്ലാനിന് ശേഷം 66, 67, 67, 68, 68, 69 ഈ 3 സമയങ്ങളിൽ ആനുവൽ പ്ലാനുകളിലൂടെ, അതായത് ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, എസ്പെഷ്യലി എന്തായിരുന്നു, ഗ്രീൻ റവല്യൂഷനിൽ ശ്രദ്ധ കൊടുക്കുകയാണ്. അതായത് ഒരു 5 വർഷം നീണ്ട പ്ലാനുകൾ ഉണ്ടാക്കുന്നതിന് പകരം ഓരോ വർഷവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഫെർട്ടിലൈസേഴ്സ് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഹൈ ഈൽഡിങ് സീഡുകളുണ്ട്, മനസ്സിലാവുന്നത്. ഇസ്രായേലിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ ഹൈ ഈൽഡ് വെറൈറ്റി സീഡുകൾ നമ്മൾ വാങ്ങുന്നു. അതുപോലെ തന്നെ ഇറിഗേഷൻ, ഡാമുകൾ കിട്ടിയിട്ട് ധാരാളം ഇറിഗേഷൻ നമ്മൾ എത്തിക്കുന്നു, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ഭക്ഷ്യക്ഷാമം,
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യം നമ്മൾ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഹോളിഡേയിലൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, 3 ക്വിക്ക് ആനുവൽ പ്ലാൻസ് നമ്മൾ നടപ്പിലാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പതുക്കെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ കാര്യങ്ങൾ റീകൂപ്പ് ചെയ്ത് പതുക്കെ പൊങ്ങി വരാനായിട്ട് തുടങ്ങുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം 4th 5 ഇയർ പ്ലാൻ ആണ്. 1969 മുതൽ 1974 വരെയുള്ള കാലഘട്ടത്തിലാണ് 4th 5 ഇയർ പ്ലാൻ നടക്കുന്നത്. എന്തായിരുന്നു 4th 5 ഇയർ പ്ലാന്റെ ലക്ഷ്യം? ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി, അതിനോടൊപ്പം സെൽഫ് റിലയൻസ്. ഈ കാലഘട്ടത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിട്ട് നമുക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഭക്ഷ്യധാന്യങ്ങൾ, പാൽപ്പൊടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം എന്തായിരുന്നു, ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂസ് കൂടിക്കൂടി വരുന്നത്. നമ്മൾ USA പോയിട്ട് നമ്മൾ പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോൾ അവിടെ നിക്സൺ ഉൾപ്പെടെയുള്ള പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ ഇത് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത് ആ സമയത്ത് അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു എന്ന് സംശയമുണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, ബെഗിങ് ബോർഡുമായിട്ട് നിൽക്കുന്ന നിങ്ങൾ ഞങ്ങളോട് എന്ത് ചെയ്യണമെന്ന് പറയണ്ട എന്നൊരു രീതിയിലുള്ള സംസാരം വന്നു. അതായത് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് അരിയും വീറ്റും പാൽപ്പൊടിയും ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുകയാണ്, ആണല്ലോ നിങ്ങൾ ജീവിച്ചു പോകുന്നത്, അപ്പൊ നിങ്ങൾ ഞങ്ങളോട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണ്ട എന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് കേൾക്കേണ്ടി വന്നുവെന്നും അത് വല്ലാണ്ട് അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്തെന്നും അവർ തിരിച്ചു വന്ന് USA എന്തിനു വേണ്ടി നിലകൊള്ളുന്നോ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പതുക്കെ തുടങ്ങുകയും നമ്മളുടെ സെൽഫ് റിലയൻസിനും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയെന്നാണ് പറയുന്നത്. നാഷണലൈസേഷൻ, ക്യാപിറ്റലിസ്റ്റ് രീതികൾക്ക് എതിരാണ് നാഷണലൈസേഷൻ അല്ലേ. അപ്പം നമ്മൾ 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്യുകയാണ്. 1969 കാലഘട്ടത്തിൽ നമ്മൾ USSRുമായിട്ട് എന്ത് ചെയ്യുകയാണ്, മ്യൂച്വൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടൊരു ട്രീറ്റി ഒപ്പിടുകയാണ്. ഈ ട്രീറ്റിയാണ് 1971 യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കൻ ഏഴാം കപ്പൽപ്പട നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് എത്തിയപ്പോൾ USSRന്റെ കപ്പൽപ്പട വന്ന് എന്ത് ചെയ്യുകയാണ്, അതിനെ കൗണ്ടർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത് 1969 ഇന്ദിരാഗാന്ധി ഒപ്പിട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ഉടമ്പടിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് USSR നമുക്കറിയാം അതിശക്തമായ രീതിയിൽ UN എപ്പോഴെല്ലാം അമേരിക്കയുടെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായിട്ട് കാശ്മീർ ഇഷ്യൂ പൊക്കിക്കൊണ്ടുവരുന്നുണ്ടോ അപ്പോഴൊക്കെ അതിന് ബദലായിട്ട് ഒരു വീറ്റോ വോട്ട് ചെയ്തിട്ട് നമ്മളെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരുന്നതും ആരായിരുന്നു, USSR തന്നെയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഗ്രീൻ റവല്യൂഷൻ ഇന്ദിരാഗാന്ധി അതിശക്തമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ്. ഗ്രീൻ റവല്യൂഷനിൽ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്ത് ഇൻക്രീസ് ആവാൻ തുടങ്ങുകയാണ്. ഇനി ഗ്രീൻ റവല്യൂഷനിലൂടെ ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആകുമ്പോൾ അതിന് ശക്തമായ പിന്തുണയേകാനായിട്ട് ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാമുകൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് വരൾച്ച വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ പലയിടങ്ങളിലുമുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ട് എന്തെത്തിക്കേണ്ടതുണ്ട്, വെള്ളം എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഡ്രോട്ട് പ്രോൺ ഏരിയകൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് എന്തെത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, വെള്ളം എത്തിക്കാനായിട്ട് ആ ഏരിയകൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ജനസംഖ്യാവർദ്ധനം ഒരു വിഷയമാണ്. അപ്പൊ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം ശക്തമാക്കുകയാണ്. നമുക്കറിയാം 1972 സെൻസസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ തീരുമാനപ്രകാരമാണ് ആ സെൻസസ് 71 സെൻസസ് 72 എന്ത് തീരുമാനം എടുക്കുന്നുണ്ട്, ആ സെൻസസ് അനുസരിച്ച് മതി സീറ്റുകളും മറ്റും ഇനി നിശ്ചയിക്കുന്നത്, എന്ത് ചെയ്യേണ്ടതില്ല, പുനർനിർണ്ണയിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന ഈ സമയത്താണ്. അതിനെ തുടർന്ന് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം അവർ ആരംഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം, അത് ജനസംഖ്യ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു. ഇതിനെ തുടർന്ന് നമുക്കറിയാം എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് അല്ലെ. എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത്, അടുത്ത 5 ഇയർ പ്ലാന്റെ സമയത്ത് എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് നമുക്കറിയാം സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് നിയമപരമായിട്ടല്ല നടത്തുന്നത്, നിയമത്തിനെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇത്തരത്തിലുള്ള ജനസംഖ്യാ നിയന്ത്രണ പരിപാടികളൊക്കെ നടത്തുന്നതായിട്ടുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് വായിച്ചാലായിട്ട് അറിയാൻ പറ്റും. ഇനി ഈ 4th ഇയർ പ്ലാൻ എന്ന് പറയുന്നത് അലൻ എസ് മാനെ അശോക് രുദ്ര മോഡൽ, മാനെ രുദ്ര മോഡൽ അല്ലെങ്കിൽ അലൻ രുദ്ര മോഡൽ എന്നീ പേരുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേ കാലഘട്ടത്തിലാണ് വൈറ്റ് റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം അല്ലെ, ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഗുജറാത്തിലും ആനന്ദ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഗ്രാമത്തിൽ ഇത് ആരംഭിക്കുന്നു. വൈറ്റ് റവല്യൂഷൻ എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിൽ ആദ്യം പടർന്നുകൊണ്ട് ഇന്ത്യയിലാകെ നമ്മളുടെ ധവള വിപ്ലവം ആരംഭിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം കൂടി എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അപ്പോൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ, നമ്മളുടെ ഡയറി സെക്ടറിലൊക്കെ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള സ്റ്റെപ്പുകൾ ശക്തമായി എടുക്കുന്ന ഒരു കാലഘട്ടം നമുക്കിവിടെ കാണാം. പക്ഷെ ഇതിനിടയിലാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ
വരുന്നത്. അത് ശക്തമായ വാറായിരുന്നു. സ്ട്രാറ്റജിക്കലി ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് രണ്ട് പാകിസ്ഥാനുകളെ രണ്ട് തലത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യം വരാത്ത രീതിയിൽ ഒരു പാകിസ്ഥാനെ ഇല്ലാതാക്കിയ യുദ്ധമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് മാനേക് ഷായ്ക്ക് നേതൃത്വം കൊടുക്കുന്ന യുദ്ധം നടത്തിയത്. നമുക്ക് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ എഗൈൻ ബംഗ്ലാദേശ് നമ്മളുമായിട്ട് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ കുഴപ്പമില്ല, തിരിച്ചു വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ടാർഗറ്റഡ് ആയിട്ടുള്ള 5.7 നമുക്ക് കിട്ടുന്നില്ല, പകരം 3.2% മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. വാർ അതിലെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. ശേഷം 5th 5 ഇയർ പ്ലാനിലേക്ക് കടക്കുകയാണ്. 5th 5 ഇയർ പ്ലാൻ 1974 തുടങ്ങി 78 അവസാനിക്കുന്നു. അതെന്താ 4 വർഷം? 5 ഇയർ പ്ലാൻ 5 വർഷം വേണ്ടേ? കാരണം ദിസ് ഈസ് ദ ഓൺലി പ്ലാൻ ദാറ്റ് ഡിഡ് നോട്ട് റീച്ച് കംപ്ലീഷൻ. 5 ഇയർ പ്ലാനുകളിലെ ഒരേ ഒരു പ്ലാനേ കംപ്ലീറ്റ് ആവാതിരുന്നിട്ടുള്ളൂ. കാരണം എന്താണ്? ഇന്ദിരാഗാന്ധിക്ക് ശേഷം നമുക്കറിയാം 75 എന്ത് പ്രഖ്യാപിക്കപ്പെടുന്നു, എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്നു. ശേഷം 78 എന്ത് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, പിരിച്ചുവിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്കറിയാം, പുതിയ ഇലക്ഷൻ വരികയാണ്. ആ സമയത്ത് പുതിയതായിട്ട് വരുന്നത് ആരായിരുന്നു? ജനതാ ഗവൺമെന്റ് ആണ്. മൊറാർജി ദേശായി നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് 5 ഇയർ പ്ലാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അതിനാൽ എന്ത് ചെയ്യുന്നു, ഈ പ്ലാൻ കംപ്ലീറ്റ് ആവുന്നില്ല. ഈ പ്ലാൻ ധർ മോഡൽ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നത്? ധർ മോഡൽ. ഈ 5 ഇയർ പ്ലാന്റെ സമയത്താണ് ഗരീബി ഹട്ടാവോ, പോവർട്ടി എലീവിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് എല്ലാവരുടെയും മുഴങ്ങി കേൾക്കുന്നത്. എമർജൻസി, നാഷണൽ എമർജൻസി, ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ഏത് 5 ഇയർ പ്ലാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് 5th 5 ഇയർ പ്ലാൻ ആയിരുന്നു എന്ന് ഓർക്കുക. 1975 പ്രഖ്യാപിക്കപ്പെടുന്ന എമർജൻസി. അപ്പോൾ 5th 5 ഇയർ പ്ലാനിന്റെ സമയത്താണ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഇനി എമർജൻസി തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും 5 ഇയർ പ്ലാനിന്റെ പോയിന്റുകളിലേക്കാൾ കൂടുതൽ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച 20 പോയിന്റ് പ്രോഗ്രാമിലേക്ക്, അതായത് അതൊരു എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന, എല്ലാ മേഖലയുടെയും വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 20 പോയിന്റുകൾ അവർ പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വികസിക്കണം, ഇവിടെ വികസിക്കണം, മറ്റേ സ്ഥലവും വികസിക്കണം, ഇവിടെയും വികസിക്കണം, അങ്ങനെ എല്ലാ മേഖലയെക്കുറിച്ചും പറഞ്ഞ ഒരു 20 പോയിന്റ്, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള 20 പോയിന്റ് പ്രോഗ്രാമും ഏത് കാലഘട്ടത്തിലാണ്? 5th 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഇതേ കാലഘട്ടത്തിലാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. അതായത് മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട എലിമെൻ്ററി എഡ്യൂക്കേഷൻ, റൂറൽ ഹെൽത്ത്, സാനിറ്റേഷൻ, വാട്ടർ, ന്യൂട്രീഷൻ, റോഡ്, ഇലക്ട്രിസിറ്റി, ഹൗസിംഗ്, ബേസിക് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങളില്ലേ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഐഡിയയോട് വരുന്ന പ്ലാൻ സ്കീമായിരുന്നു മിനിമം നീഡ് പ്രോഗ്രാം. പിന്നെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇങ്ങനെ ഇറിഗേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ, ഫുഡ് റിലേറ്റഡ്, അത് വർക്കിന് പകരം എന്താണ്, വർക്കിന് പകരം എന്ത് ചെയ്യുക, ഫുഡ് കൊടുക്കുക. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതുപോലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടാൻ, ഇറിഗേഷൻ നന്നായിട്ട് നടത്താൻ, അതിനൊക്കെയാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായിട്ട് എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഇതിനെ തുടർന്ന് ഈ സ്റ്റെപ്പുകൾ കൃത്യമായി എടുക്കുന്നതിനെ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് 4.4% ടാർഗറ്റ് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് 4.8%. ഹയർ ഗ്രോത്തിലേക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഞാൻ പറഞ്ഞു അല്ലെ, 78 എത്തിയപ്പോൾ എന്ത് നിർത്തി? 5 ഇയർ പ്ലാൻ മൊറാർജി ദേശായി എന്ത് ചെയ്യുകയാണ്, അവസാനിപ്പിക്കുകയാണ്. പിന്നീട് 78 മുതൽ 80 വരെ, അടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് തിരിച്ചു വരുന്നത് വരേക്കും റോളിംഗ് പ്ലാനുകളാണ് നടക്കുന്നത്. ഏതാണ്? റോളിംഗ് പ്ലാനുകളാണ് നടക്കുന്നത്. അപ്പോൾ റോളിംഗ് പ്ലാനുകൾ ബേസിക്കലി എന്താണ്, ഇയർലി പ്ലാനുകൾ തന്നെയായിരുന്നു. അത് പക്ഷെ എന്ത് ചെയ്യുകയാണ്, 5 ഇയർ പ്ലാനിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. ശേഷം എഗെയിൻ ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുക്കപ്പെടുന്നു. 6th 5 ഇയർ പ്ലാൻ 1980 മുതൽ ആരംഭിക്കുന്നു, 85 വരെയാണ് 6th 5 ഇയർ പ്ലാൻ. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചറിൻ്റെയും ഇൻഡസ്ട്രിയുടെയും വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ്. നോക്കൂ, നമുക്കറിയാം അല്ലെ, ഏതൊരു മേഖല വികസിക്കണമെന്നുണ്ടെങ്കിലും ആ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ വികസിച്ചു കൊണ്ടിരിക്കണം അല്ലെ. അപ്പോൾ മോഡേണൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ വരുള്ളൂ അല്ലെ. ഈ ഇൻഫ്രാസ്ട്രക്ചറാണ്, പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചറാണ് എന്തിലേക്ക് നയിക്കുന്നത്, മോഡേണൈസേഷനിലേക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലേക്ക് നയിക്കുന്നത്. ഇതായിരുന്നു 6th 5 ഇയർ പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഗോളുകൾ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ 2 ഗോളുകളും എന്തിലേക്ക് നയിക്കും എന്നാണ് കരുതപ്പെട്ടിട്ടുണ്ടായിരുന്നത്?
പോവർട്ടി റിഡക്ഷനിലേക്കും എംപ്ലോയ്മെന്റ് ജനറേഷനിലേക്ക് നയിക്കുന്നു. ഈ പോവർട്ടി റിഡക്ഷൻ കണക്കാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു IRDP അഥവാ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഗ്രാമങ്ങളിൽ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് വിവിധ മേഖലകൾ, റൂറൽ ഡെവലപ്മെന്റിന്റെ വിവിധ മേഖലകളെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പ്രോഗ്രാമായിട്ട് കണക്കാക്കപ്പെടുന്ന പ്രോഗ്രാമാണ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് 1980 അത് ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഇതേപോലെ തന്നെ ലോഞ്ച് ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രോഗ്രാമായിരുന്നു NREP. എന്താണ് NREP? NREP ഈസ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അപ്പൊ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ്, അപ്പൊ എംപ്ലോയ്മെന്റ് ഇഷ്യൂ മാറ്റാൻ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ട് അതായത് അതിൽ ഹൗസിംഗ്, നേരത്തെ പറഞ്ഞ എല്ലാം, ഹൗസിംഗ് വരും, ഇലക്ട്രിസിറ്റി വരും, വെള്ളം വരും, എല്ലാം കൂടുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമും 6th 5-year പ്ലാനിന്റെ കാലഘട്ടത്തിൽ കൃത്യമായ 1980 ഇത് രണ്ടും ലോഞ്ച് ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാം ഘട്ട ബാങ്ക് നാഷണലൈസേഷൻ 1980 ഏപ്രിലിൽ നടക്കുന്നുണ്ട്. 6 ബാങ്കുകളാണ് ഇവിടെ നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. 69 എത്ര ബാങ്കുകൾ നാഷണലൈസ് ചെയ്യപ്പെടുന്നുണ്ട്? 14 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്യപ്പെടുന്നത്. ഓർത്തിരിക്കുമല്ലോ. ഇനി അതേപോലെ തന്നെ നബാർഡ് റൂറൽ ഡെവലപ്മെന്റിന്, അതായത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അല്ലെ, അപ്പൊ ആ മേഖല ഒന്നുകൂടി നിയന്ത്രിക്കാൻ, റൂറൽ ബാങ്കുകളെ നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് 1982 നബാർഡ് ഫോം ചെയ്യുന്നത്. നമ്മളുടെ ടാർഗറ്റ് 5.2% ആയിരുന്നു. നമ്മൾ 5.7% ഗ്രോത്ത് നമ്മൾ ഈ സമയത്ത് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കുമല്ലോ കൃത്യമായിട്ട്. ഇതിനിടയിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്ന് സിഖ് വിഭാഗത്തിൽ നിന്നും വെല്ലുവിളിയുണ്ട്, അവർ അപകടപ്പെടുത്താമെന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി തന്റെ ബോഡി ഗാർഡ്സിനെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അവർ സിഖുകാരായതുകൊണ്ട് ഞാൻ അവരെ മാറ്റിയാൽ സിഖുകാർക്കെതിരായിട്ട് ഒരു സംശയം വരുന്ന പോലെയാവും എന്നുകൊണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞത് കേട്ടില്ല. അച്ഛനെ പോലെ തന്നെ ഐഡിയലിസ്റ്റ് ആയിരുന്നു മകളും, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കേണ്ടി വന്നത് ഇന്ദിരാഗാന്ധിക്ക് തൻ്റെ ജീവനായിരുന്നു അവർക്ക് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധി മരണപ്പെടുന്നു, വലിയൊരു വാക്വം സൃഷ്ടിക്കപ്പെടുന്നു. ഒരു പവർഫുൾ വനിതയായിരുന്നു, അല്ലെ പവർഫുൾ ലീഡർ ആയിരുന്നു ഇന്ത്യയിലെ. അപ്പോൾ അതിന് പകരം പിന്നീട് വരുന്നത് ആരായിരുന്നു? യങ് ആയിട്ടുള്ള, പൊളിറ്റിക്സിലേക്ക് ഒരു താല്പര്യവുമില്ലാണ്ട് പോയിട്ടുണ്ടായിരുന്ന രാജീവ് ഗാന്ധി അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാജീവ് ഗാന്ധി അമേരിക്കൻ വിദ്യാഭ്യാസം നേടിയ, പൈലറ്റ് ആയിരുന്ന, വളരെയധികം മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അതിനാൽ തന്നെ പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ലിബറലൈസേഷൻ, LPG റിഫോമുകളിലെ ഈ LPG റിഫോമുകളിലേക്ക് പതുക്കെ ഇന്ത്യയെ കൊണ്ടുപോകുന്ന ഒരു പക്കാ സോഷ്യലിസ്റ്റിക് മെന്റാലിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വിട്ടിട്ട് കുറച്ചുകൂടി മോഡേൺ ഇൻഡസ്ട്രികൾ, ക്യാപിറ്റലിസ്റ്റുകൾക്ക്, കമ്പനികൾക്ക്, MNCs ഇതിനൊക്കെ ഒരു വഴി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുകയാണ്? പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫോമിലേക്ക് നമ്മൾ കടക്കുന്നത് നമുക്ക് 7th 5-year പ്ലാനിൽ 6th തന്നെ പതുക്കെ കണ്ടു തുടങ്ങാം. 7th വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. പല സൺറൈസ് ഇൻഡസ്ട്രികളും നമ്മൾ അനുവദിക്കുകയാണ്. ഫുഡ് പ്രോസസ്സിംഗ്, ഇലക്ട്രോണിക്സ്, ടെക്നോളജി, പ്രത്യേകിച്ച് എവിടെയാണ്? IT. നമ്മളുടെ IT രംഗത്തിന്റെ പിതാവ് എന്ന പേരിൽ പലപ്പോഴും രാജീവ് ഗാന്ധിയെ നമ്മൾ പറയാറുണ്ട്. ഫാദർ ഓഫ് IT സെക്ടർ എന്ന്, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് രാജീവ് ഗാന്ധിയെ പറയാറുണ്ട്. അതായത് ഒരു IT റെവല്യൂഷനിലേക്ക് ഇന്ത്യയെ റെഡിയാക്കി, അതായത് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി സെറ്റ് ചെയ്യാനായിട്ട്, ടെലികോം സെക്ടർ ആവട്ടെ, കമ്മ്യൂണിക്കേഷൻ സെക്ടർ ആവട്ടെ, ഇതെല്ലാം റെഡിയാക്കാനായിട്ട് ഏറ്റവും അധികം സഹായിച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ എന്നാണ് ആരെ പറയാറുള്ളത്? രാജീവ് ഗാന്ധിയെ പറയാറുള്ളത്. രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ്, ആ സമയത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആയിട്ട് കൂടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാം പിട്രോഡ. ഇവരായിരുന്നു ഈ ടെക്നോളജിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ തലത്തിലുള്ള വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾ, മോഡേൺ ആയിട്ടുള്ള ഒരു ലിബറലൈസേഷൻ മോഡലിലേക്ക് ഇന്ത്യയെ പതുക്കെ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഈ 3 പേരാണ് എന്ന് പറയാറുണ്ട്. ഈ സമയത്ത് പാസ്സാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടുകളിൽ ചിലതായിരുന്നു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഒപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കീം ജവഹർ റോസ്ഗാർ യോജന. ഏതായിരുന്നു? ജവഹർ റോസ്ഗാർ യോജന വളരെ ഫേമസ് ആണ്. ചില സമയങ്ങളിലൊക്കെ ചോദ്യങ്ങളിൽ കണ്ടിട്ടുമുണ്ട്. അതായത് എന്തായിരുന്നു? എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. റൂറൽ സെക്ടറിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് ചെയ്യണം? അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ലേബർ ഫോഴ്സിലേക്ക് അവരെ കൊണ്ടുവരിക. തൊഴിൽ ദാനം, മനസ്സിലായി, അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാനുള്ള ഒരു റോസ്ഗാർ, അല്ലെ, ജവഹർ റോസ്ഗാർ യോജന 1989
ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഇതേപോലെ തന്നെ 985 തന്നെയാണ്, 989 ജവഹർ റോസ്ഗാർ യോജന, 985 ഇന്ദിരാ ആവാസ് യോജന എന്ന പേരിൽ എന്താണ് വീടുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് ഇവർക്കൊക്കെ, അതായത് BPL വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റികൾ നൽകുക എന്ന തലത്തിലാണ് ഇന്ദിരാ ആവാസ് യോജന വരുന്നുണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ കാലഘട്ടം നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നല്ലപോലെ നമ്മൾ കാണുന്നുണ്ട്. 5% ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ 6% വളർച്ച ഈ സമയത്ത് നേരിടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വളരെ എന്താ പറയുക റിമാർക്കബിൾ ആയിട്ടുള്ള 8.5% എന്ത് വളരുന്നുണ്ട്, ഇൻഡസ്ട്രി വളരുന്നുണ്ട് എന്ന കാര്യം കൂടി ആലോചിക്കുക. ഇനി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സെബി എന്ത് ചെയ്യുന്നത്, സെബി നിലവിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യില്ലേ, അത് സെബി നിലവിൽ വരുന്നത് 988 ഏപ്രിൽ 12 ഇതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത്, എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത് പക്ഷേ എപ്പോഴായിരുന്നു, 992 ജനുവരി 30 മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നത് 992 ജനുവരി 30 സെബി നിലവിൽ വരുന്നത് 988 ഏപ്രിൽ 12 ഇനി 7th 5-year പ്ലാൻ കഴിഞ്ഞ സമയമായപ്പോഴേക്കും നമ്മൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള എന്തിലേക്ക് പോകുന്നുണ്ട്, ക്യാഷ് ക്രഞ്ചിലേക്കും BOP ക്രൈസിസിലേക്കും പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തില്ല, ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ല, അതിനാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നില്ല. ആഴ്ചകൾക്ക് മാത്രം എന്താ പറയുക സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള പണം മാത്രമേ ഫോറിൻ എക്സ്ചേഞ്ചിലുള്ള സ്ഥലം മതി എന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട അവസ്ഥ വന്നു, IMFന്റെ ഹെൽപ്പ് വേണം. IMF ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തണം. ഇതെല്ലാം മുന്നോട്ട് കണ്ടുകൊണ്ട് 990-92 കാലഘട്ടത്തിൽ നമ്മൾ 2 ആനുവൽ പ്ലാനുകളാണ് ഇറക്കുന്നത്, 5-year പ്ലാനുകളല്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിലേക്ക് പോവുകയാണ്, LPG റിഫോമിലേക്ക് നമ്മൾ പോവുകയാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. നമ്മൾ ലോകവുമായി ഗ്ലോബൽ തലത്തിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റിന്, ഇന്ത്യൻ മാർക്കറ്റിനെ ഓപ്പൺ ചെയ്ത് നമ്മൾ അവരുമായിട്ട് ലിങ്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കൂ, 8th 5-year പ്ലാൻ അതുകൊണ്ട് അറിയപ്പെടുന്നത് 2 പേരുകളിലാണ്. 92 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ ജോൺ W മില്ലർ മോഡൽ, അതായത് നമ്മൾ ലിബറലൈസ് ചെയ്ത ലിബറൽ എക്കണോമിയുമായി എന്താ പറയുക ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നത്. അത് ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയായ നരസിംഹറാവു, ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, റാവു മൻമോഹൻ മോഡൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് നോക്കൂ, സർവീസ് സെക്ടറിന്റെ വലിയ വളർച്ച നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിക്ക്, നമ്മുടെ സർവീസ് സെക്ടറിന് ഉതകുന്ന രീതിയിൽ, പറ്റുന്ന രീതിയിൽ നമ്മൾ ആരെ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ജനങ്ങളെ റെഡിയാക്കി എടുക്കണം. സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു നമ്മുടെ പ്രധാന എയിം. 8th 5-year പ്ലാനിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരികയാണ്. നോക്കൂ, ഇന്ത്യ ഓപ്പൺ അപ്പ് ആവുകയാണ്, ഇൻവെസ്റ്റ്മെന്റ് വരണം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യണം, വരണം, അത് വളരണം, സ്റ്റോക്കുകൾ എന്താ പറയുക ആളുകൾക്ക് വാങ്ങാൻ കഴിയണം, പ്രൈവറ്റ് സെക്ടർ വളരണം. സോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 992 സ്ഥാപിക്കപ്പെടുന്നു. ഇതേ കാലഘട്ടത്തിലാണ് പഞ്ചായത്തി രാജ് ആക്ട് ഏപ്രിൽ 24, 990 മുതൽ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നു. ഇന്റർനാഷണൽ തലത്തിൽ നമ്മൾ നമ്മളുടെ മാർക്കറ്റിനെ ലിങ്ക് ചെയ്യുന്നു. ഇന്റർനാഷണൽ ലോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. ഇതേ കാലഘട്ടത്തിൽ 996 കേരളത്തിൽ ജനകീയാസൂത്രണം അഥവാ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. ജനങ്ങൾ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം എന്നീ തരത്തിൽ ജനകീയാസൂത്രണം ആരംഭിക്കുന്നതും 996 നമ്മൾ ഓപ്പൺ അപ്പായ നമ്മുടെ എക്കണോമി വളരുന്നു. 5.6% വളർച്ച നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നുവെങ്കിൽ 6.8 എന്ന ഇംപ്രസീവായ തലത്തിൽ നമ്മൾ വളരുകയാണ്. നമ്മുടെ BOP ക്രൈസിസ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മറികടക്കുന്നു. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. 3.6% അഗ്രികൾച്ചർ വളർന്നു എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി അനദർ ഇംപ്രസീവ് ഗ്രോത്ത് 8.5% വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 8th 5-year പ്ലാനിൽ നമ്മൾ ലോകവുമായി എന്ത് ചെയ്യുകയാണ്, ഓപ്പൺ അപ്പായി ലിബറൽ എക്കണോമി ആയിട്ട് നമ്മൾ മാറുന്ന കാലഘട്ടമാണ്. ശേഷം 9th 5-year പ്ലാൻ വരികയാണ്. 97 മുതൽ 2002 വരെ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ഇത് എന്തിലേക്കാണ് നമ്മൾ എയിം ചെയ്തത്, ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അതായത് സാമൂഹിക നീതി ഉറപ്പാക്കിക്കൊണ്ട്, തുല്യത ഉറപ്പാക്കിക്കൊണ്ടിട്ടുള്ള വളർച്ച. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇത് നമ്മളുടെ പീപ്പിൾസ് പ്ലാൻ എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെട്ടിരുന്നു. എന്താണ്? പീപ്പിൾസ് പ്ലാൻ എന്ന പേരിൽ കൂടി എന്തിട്ടുണ്ടായിരുന്നു? അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ 50-ാം വർഷം, സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷം ഇന്ത്യ ആഘോഷിച്ചിരുന്ന സമയത്തെ പ്ലാൻ ഏത് ചോദിച്ചാൽ എഴുതുക 9th 5-year പ്ലാൻ. 9ാമത് 5-year പ്ലാൻ ആയിരുന്നു 50-ാമത് സ്വാതന്ത്ര്യ വാർഷികം നമ്മൾ ആഘോഷിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്ലാൻ. കുടുംബശ്രീ സ്ഥാപിക്കപ്പെടുന്നത്, കുടുംബശ്രീ കേരളത്തിൽ ആരംഭിക്കുന്നത് 1998 മെയ് 17-ന്. അത് 9ാമത് 5-year പ്ലാന്റെ സമയത്താണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നിലവിൽ വരുന്നത് 1997. നമ്മൾ 2ാമത് പൊഖ്രാൻ ടെസ്റ്റ് നടത്തുന്നത് 1998. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളെല്ലാം 9th 5-year പ്ലാന്റെ സമയത്താണ്. സർവശിക്ഷാ അഭിയാൻ, SGSY, അന്ത്യോദയ അന്ന യോജന, ഇവയെല്ലാം ഏത് കാലഘട്ടത്തിലാണ്? 9ാമത് 5-year പ്ലാനിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. SGSY ബേസിക്കലി പറയുകയാണെങ്കിൽ സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയാണ്. സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ IRDP പോലെയുള്ള പല പല പ്ലാനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ IRDP പോലെയുള്ള ഒരുപാട് പ്ലാനുകൾ ഉണ്ട് ആ സമയത്ത്. DWCRA ഉണ്ട്, അങ്ങനെ പല പല പ്ലാനുകളുണ്ട്. മനസ്സിലാണ്? മില്യൺ വെൽ സ്കീംസ് ഉണ്ട്, MWS എന്ന് പറയും. ഇങ്ങനെയുള്ള ഗ്രാമീണ മേഖലകളിൽ മറ്റുള്ള ആളുകളുടെ വളർച്ച, മനസ്സിലാവുന്നുണ്ടോ? അതായത് BPL പ്രത്യേകിച്ച് എവിടെയാണ്? റൂറൽ മേഖലയിലുള്ള ബിലോ പോവർട്ടി ലൈനിൻ്റെ അവിടെ കിടക്കുന്ന ആളുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന നമ്പർ ഓഫ് പ്ലാൻസിനെ ഒക്കെ കൂടി എന്താണ് ഒന്നിച്ച് ചേർത്ത് ഇറക്കിയ പ്ലാൻ ആയിരുന്നു ഏത്? സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. മനസ്സിലാവും നിങ്ങൾക്ക്? ഇതൊരു ഇൻ്റഗ്രേറ്റഡ് കോംപ്രിഹെൻസീവ് സ്കീമായിരുന്നു. ഇതിനോടൊപ്പം അന്ത്യോദയ അന്ന യോജന, അതായത് BPL വിഭാഗത്തിൽ തന്നെ വളരെ താഴെ തട്ടിലുള്ള ചില വിഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ ആളുകൾ, അത് പുവറസ്റ്റ് ഓഫ് ദ പുവർ എന്ന് നമ്മൾ പറയില്ലേ? ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യുകയാണ്? അവർക്ക് ബേസിക് ആയിട്ട് അവർക്ക് വിശപ്പ് എന്ത് ചെയ്യണം? അവർക്ക് ഉണ്ടാവരുത്. അതിന് വേണ്ട ഫുഡ് ഗ്രെയിൻസും മറ്റുമൊക്കെ അവർക്ക് എത്തിക്കാനുള്ള പ്ലാൻ ആയിരുന്നു അന്ത്യോദയ വിഭാഗം എന്ന് വെച്ചാൽ എന്താണ്? പാവപ്പെട്ടവരിലേ പാവപ്പെട്ട ആളുകൾ. മനസ്സിലാവുന്നത്? അതാണ് അന്ത്യോദയ യോജന. അപ്പൊ അന്ത്യോദയ എന്നുള്ള വാക്ക് ഏതെങ്കിലും പ്ലാനിൽ കേട്ടാൽ BPL തന്നെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ. മനസ്സിലാവുന്നുണ്ടോ? അവർക്കുള്ള ഈ അന്ത്യോദയ അന്ന യോജന 2000 എന്ത് ചെയ്യുകയാണ്? ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എന്താ പറയുക NDA ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. APJ അബ്ദുൽ കലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റ് ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ടാർഗറ്റ് 6.5% വളർച്ചയായിരുന്നു. പക്ഷേ 5.4% വളർച്ചയാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. വിചാരിച്ച ആ വളർച്ച നമുക്ക് നേടാനായിട്ട് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത പ്ലാനിലേക്ക് പോയാലോ? 10th 5-year പ്ലാൻ 2002 to 2007. നോക്കൂ, ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഗോൾ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വറ്റബിൾ എക്കണോമിക് ഗ്രോത്ത് ആണ്. ഗ്രോത്ത് വേണം, അതിൽ ഇൻക്ലൂസീവ് ആണ്. എല്ലാ സമൂഹത്തിലെ എല്ലാ ആളുകളും അതിൽ ഇൻക്ലൂസീവ് ആയിരിക്കണം, ഇക്വറ്റബിൾ ആയിരിക്കണം. എല്ലാ ആളുകൾക്കും ലഭ്യമാക്കേണ്ട രീതിയിൽ ആ ഗ്രോത്തിൻ്റെ എന്താ പറയുക ഫലങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമായിരുന്നു. സ്ത്രീ ശാക്തീകരണം, വിമൺ എംപവർമെന്റ് എന്നുള്ളത് എന്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിരുന്നു. റെഡ്യൂസ് ജെൻഡർ ഇനീക്വാലിറ്റി, എന്താ പറയുക ലിംഗത്തിന്റെ പേരിലുള്ള ഭേദഭാവങ്ങൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക എന്നുള്ളതും പ്രധാന ലക്ഷ്യമായിരുന്നു. കേരള മോഡൽ ഡെവലപ്മെന്റിലെ പല കാര്യങ്ങളും എന്താണ് ഒന്നിച്ചു ചേർത്ത് പോയിട്ടുള്ള ഒരു പ്ലാൻ കൂടിയായിരുന്നു ഇത്. വാല്യൂ ആഡഡ് ടാക്സ് നിലവിൽ വന്ന വർഷമായിരുന്നു. RTI ആക്ട് നിലവിൽ വന്ന 5-year പ്ലാൻ ആയിരുന്നു. രണ്ടും 2005-ലാണ്. ആശാ സ്കീം, ആശാ വർക്കർമാർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ആശാ വർക്കർമാരുടെ തുടക്കം എവിടെ നിന്നാണ്? ഈ 10th 5-year പ്ലാനിന്റെ സമയത്താണ്. എന്താണ് ആശയുടെ ഫുൾ ഫോം? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. അതായത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ടിട്ട്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഈ സമയത്ത് തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ചില എന്താ പറയുക സ്ത്രീകളെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഇവരാരായിട്ട് മാറും? വില്ലേജിലുടനീളമുള്ള പ്രധാനപ്പെട്ട ആരോഗ്യപരമായിട്ടുള്ള കുടുംബങ്ങളുടെ കാര്യങ്ങളും മറ്റും എന്താണ് നോക്കി അറിഞ്ഞ് അവർക്ക് വേണ്ട ആശയങ്ങൾ കൈമാറുന്ന ആളുകളായിട്ട് ആശാ വർക്കർമാർ മാറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആളുകളായിട്ട് ഈ ആശാ വർക്കർമാർ. ഞാൻ പറയുന്നൊന്നും വിചാരിക്കരുത്. ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അവരാണ് നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ആശാ വർക്കർമാരെന്ന്. ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റൈറ്റ്, ഇരിക്കട്ടെ. അപ്പോൾ ആശാ സ്കീം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കിടക്കുന്നുണ്ട്. അതും തുടങ്ങുന്നത് ഇതേ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. പിന്നെ നമുക്കറിയാം, പിന്നീട് മഹാത്മാഗാന്ധി നരേഗ എന്ന് പേര് മാറ്റിയിട്ടുണ്ടായിരുന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ആരംഭിക്കുന്നത് ഇതേ വർഷത്തിന്. ഒരു വർഷം 100
തൊഴിൽ ദിവസങ്ങളെങ്കിലും എത്തിക്കുക. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നത് ഈ 100 ദിവസങ്ങൾ പറയുമ്പോൾ 100 ദിവസം അവരുടെ കയ്യിൽ എന്ത് ചെയ്യുകയാണ്? പൈസയാണ് എത്തുന്നത്. എന്താ എത്തുന്നത്? പൈസയാണ് എത്തുന്നത്. ഈ പൈസ ഇവർ എന്ത് ചെയ്യും? ഇവർ സ്പെൻഡ് ചെയ്യും. സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രൊഡക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ട്സ് വാങ്ങാനാണ് അവർ എന്ത് ചെയ്യുന്നത്? ചിലവാക്കുന്നത്. ഈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ മേഖല എന്ത് ചെയ്യണം? ഇത് പ്രൊഡ്യൂസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എംപ്ലോയ്മെന്റ് എന്ത് ചെയ്യും? പിന്നെയും ക്രിയേറ്റ് ചെയ്യപ്പെടും. എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ത് ചെയ്യും? വീണ്ടും മണി ഉണ്ടാവും. മണി എന്ത് ചെയ്യും? ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ എന്ത് ചെയ്യും? ചിലവാക്കും. അതെന്ത് ചെയ്യും? ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ മേഖല നടത്തും. അപ്പോൾ ഇത് ഫ്യൂവല് ചെയ്യലാണ് ഈ MG നരേഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എവിടെ കൊടുക്കണം? നഗരങ്ങളിൽ ആളുകൾക്ക് ജോലിയുണ്ട് അല്ലെ, ഗ്രാമങ്ങളിൽ ഇത് ഉറപ്പുവരുത്തണം. അതിനാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ. നോക്കൂ, ഇത് ഏതൊരു പ്രോഗ്രാമും എങ്ങനെ ഓരോ സ്ഥലത്തും നടപ്പിലാക്കുന്നു എന്നതനുസരിച്ചിരിക്കും അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്, എഫിഷ്യൻ്റ് ആണെന്നുള്ളത്. നമ്മളിപ്പോൾ നാട്ടിൽ കളിയാക്കാറുണ്ട് അല്ലേ, പഞ്ചായത്ത് പണി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? ആളുകൾ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുത്തിപ്പിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചിലവാകും. അല്ല എന്നെങ്കിൽ എന്ത് ചെയ്യും? അതിനെ നമുക്ക് വളരെ നല്ല രീതിയിലേക്ക്. പിന്നെ ഇത് ആക്റ്റീവായിട്ടുള്ള ഭയങ്കര അത് ലേബർ ഫോഴ്സിൽ അതിശക്തമായി നിലനിൽക്കുന്ന ആളുകളെക്കല്ല ഇത് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയ എന്തെങ്കിലും ജോലി എടുക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് നമ്മുടെ എന്താ പറയുക, സാനിറ്റേഷൻ, സ്ഥലങ്ങൾ വൃത്തിയാക്കിപ്പിക്കുക, അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു ഫൈനാൻഷ്യൽ എന്താ പറയുക സൈക്കിൾ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ടാർഗറ്റ് ഓഫ് ഗ്രോത്ത് 8% 7.6% അച്ചീവ് ചെയ്യാനായിട്ടും സാധിച്ചിരുന്നത്. ഇനി അടുത്ത പ്ലാനിലേക്ക് പോയാൽ 11th 5-year പ്ലാൻ. ഇതാണ് മോസ്റ്റ് സക്സസ്ഫുൾ പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നോക്കൂ, 2007-12 സമയത്ത് 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ട് പോലും മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇതിനിടയിൽ ഫൈനാൻഷ്യൽ എന്താ പറയുക, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് അദ്ദേഹം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഉദ്ദേശം ഫാസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, വളരെ വേഗത്തിൽ നമ്മൾ ഇതിന് വളരണം, ഒപ്പം ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരിക്കണം, എല്ലാവരും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കണം, എല്ലാ സോഷ്യൽ ഗ്രൂപ്പിനും ഗ്രോത്ത് കിട്ടണമെന്ന് അർത്ഥം. 9% ടാർഗറ്റ്, പക്ഷേ 8% നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വളർന്നിട്ടുള്ള ആവറേജ് 8% ഇങ്ങനെ 5 വർഷം തുടർച്ചയായിട്ട് നോക്കുമ്പോൾ വളർന്നിട്ടുള്ള ഒരേ ഒരു ഗ്രോത്ത് ഏതായിരുന്നു? ഈ ഗ്രോത്ത് ആയിരുന്നു. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഇതേ കാലഘട്ടത്തിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാവുന്നത്. ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസും ഇതേ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് ഓർത്തിരിക്കുക. പക്ഷെ ഈ ഗ്രോത്തിൻ്റെയും എന്താ പറയുക മറ്റുമുള്ള ഈ ഒരു ഭംഗിയൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ മൂലം എന്ത് ചെയ്യുകയാണ്? മുങ്ങിപ്പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മൻമോഹൻ സിംഗ് പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ആളുകളും എന്താ പറയുക മീഡിയ ഒന്നും അദ്ദേഹത്തിനോട് ഒരു ദയയും കാണിച്ചില്ല. പക്ഷേ കാലം അദ്ദേഹത്തോട് കുറച്ചുകൂടി ദയവോടുകൂടി പെരുമാറുമെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ഫേമസ് ആയിട്ട് അദ്ദേഹം ഒരു ലൈന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അഴിമതി എന്തായിരുന്നു? അഴിമതി തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് പക്ഷെ എന്തായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വളരെ ശക്തമായിട്ട് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ അഴിമതികളൊക്കെ പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പേരിൽ ഈ വളർച്ച പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഒരു കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അഴിമതി കാണിച്ച ആൾക്കാർ ജയിലിൽ പോയി, പക്ഷെ അവർ പിന്നീട് എല്ലാവരും എന്താണ് പുറത്തിറങ്ങുന്നത് നമ്മൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്ലാൻ ഏത് തന്നെയാണ്? 11th 5-year പ്ലാൻ തന്നെയാണ്. പിന്നെ നമ്മൾ അവസാനത്തെ 5-year പ്ലാനിലേക്ക് വരുന്നു, 12th 5-year പ്ലാൻ. ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് മോർ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നായിരുന്നു ഇതിൻ്റെ ഒരു തീം ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനത്തെ 5-year പ്ലാൻ ആയിരുന്നു. ഫുഡ് സെക്യൂരിറ്റി ബില്ല് 2013 ഈ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓഗസ്റ്റ് 2014 NDA ഗവൺമെന്റ് നിലവിൽ വന്ന ശേഷം ആ സ്വാതന്ത്ര്യ എന്താ പറയുക ദിനവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റിൽ എന്ത് ചെയ്തു? പ്ലാനിംഗ് കമ്മീഷൻ ഡിസോൾവ് ചെയ്യപ്പെട്ടു. ശേഷം തൊട്ടടുത്ത വർഷം ജനുവരി 1 2015 ഈ പ്ലാനിംഗ് കമ്മീഷന്റെ പിൻഗാമിയായിട്ടുള്ള നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നീതി ആയോഗ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, ഇവിടെ 2 ചോദ്യങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ 2 ചോദ്യം അതായത് വെറുതെ 2 ഒരു ഈസി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നോക്കുക. വിച്ച് 5-year പ്ലാൻ പുട്ട് ഫോർവേഡ് ദ സ്ലോഗൻ ഗരീബി ഹട്ടാവോ? ഇതാണ് ആദ്യ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, റോളിംഗ് പ്ലാൻ ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരിയഡ്സ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചോദ്യങ്ങളും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു എവരിവൺ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.